اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമോപദേശങ്ങൾ കഴിവിന്റെ പരമാവധി തീർപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങളുടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. 27-ാം രാവിലാണ് ഇന്ന് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കബൂലാക്കുന്നു. ഖദറിന്റെ മഹത്വങ്ങളെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പ്രചരണങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. നമ്മുടെ സുഹാബിമാരിൽ പ്രധാനപ്പെട്ട സുഹാബിയാണ് അബ്ദുൽ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബ്ദുൽ. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു വന്ന് ഇസ്ലാമിന്റെ വലിയ സഹായിയായി മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദൗത്യങ്ങൾ അക്ബറിനെ പറഞ്ഞയക്കുകയും അതെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. എനിക്ക് അക്ബറിനെ വലിയ ഇഷ്ടമായിരുന്നു. അക്ബറിനെ നബിയെയും വലിയ ഇഷ്ടമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞത് കാണാൻ. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന അവസാന സന്ദർഭം ഇമാം ഇബ്നു സഈദ് റഹിമഹുല്ലാഹ് തന്റെ തബഖാത്തുൽ സഈദിൽ വിശദമായി രേഖപ്പെടുത്തിയത് കാണാനാണ്. അദ്ദേഹം രോഗിയായി കിടന്ന് മരണത്തിൽ കാണുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം ശക്തമായി കരഞ്ഞുവെന്ന് കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, എന്തിനാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? അന്ന് താങ്കളൊക്കെ എത്ര ഖൈറ് നേടിയ ആളാണ്, എന്തെല്ലാം നന്മകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളൊക്കെ മരിക്കുമ്പോൾ അങ്ങനെ ബേജാറാകാനുണ്ടോ? നിങ്ങളൊക്കെ എത്ര പേടിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുകൾ സമാധാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിക്കുമെന്ന ഭയമല്ല എന്നെ കരയിപ്പിക്കും. റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ റബ്ബിനോട് ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും എന്താണ് പറയുക എന്ന ആശങ്കയാണ് എന്നെ കരയിപ്പിക്കുന്നത്. ശേഷം അദ്ദേഹം വിവരിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഞാൻ മുസ്ലിം അല്ലാത്ത കാലഘട്ടമാണ്. അന്ന് എന്റെ കണ്ണിൽ ഏറ്റവും പൊറുപ്പുള്ളത് പ്രവാചകനായി. എനിക്ക് ഇസ്ലാമിനോട് അങ്ങേയറ്റം പൊറുപ്പായിരുന്നു. നബികൾ നടന്നു പോകുന്ന വഴിയിൽ പലപ്പോഴും ഞാൻ മാറി നിന്നിട്ടുണ്ട്. ഒറ്റ കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് കാത്തിരുന്ന ആളാണ് ഞാനൊക്കെ. അന്ന് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും നരകാവകാശിയായി പോകുമായി. പക്ഷെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ഇവരുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഷഹാദത്തിന് ചൊല്ലി ഇസ്ലാമിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ഈ വാഗ്ദാനമാണ് ഇസ്ലാം സ്വീകരിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നത്.
അങ്ങനെ ഒന്നാമത്തെ ഘട്ടം പൂർണ്ണമായും പൊറുക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള ആളാണ്. രണ്ടാമത്തെ ഘട്ടം നബിയുടെ കൂടെ ജീവിച്ച കാലമാണ്. അത് നബിക്ക് എന്നെ വലിയ ഇഷ്ടമായി. ഒരുപാട് ദൗത്യങ്ങൾക്ക് നബി എന്നെ പറഞ്ഞയച്ചു. നബിയോടുള്ള ഇഷ്ടം ബഹുമാനം കാരണം കണ്ണുകളെ നോക്കി നിൽക്കാൻ പോലും കഴിയാത്തത്ര എനിക്ക് നബിയോട് വല്ലാത്തൊരു ആദരവും ബഹുമാനവും ഉണ്ടായി. അന്നൊക്കെ ഈ ആൺകുറിൽ ഭരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പക്ഷെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. നബി ഉണ്ടാകുന്നതിനും കൂടെ പ്രഗത്ഭരായ ഖലീഫമാരുണ്ടാകുന്നതിനും കൂടെ അന്നൊക്കെ മരിക്കുകയാണെങ്കിൽ പ്രതീക്ഷയുള്ള മരണമാണ്. അന്നും മരിച്ചില്ല. പിന്നെയും അല്ലാഹു തആല ആയുസ് നീട്ടിത്തന്നു. ഒരുപാട് കാലം ജീവിച്ചു. 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞു. അവരൊക്കെ വഫാത്തായി പോയി. മുസ്ലിമീങ്ങൾക്ക് ധാരാളം ഫിത്നകളും ഫസാദുകളും പിന്നീട് ഉടലെടുത്തു. അതിലൊക്കെ ചില നിലപാടുകൾ എടുക്കേണ്ടി വന്നു. എനിക്കറിയില്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അതൊക്കെ റബ്ബ് ചോദിച്ചാൽ എന്തായിരിക്കും പറയേണ്ടി വരിക എന്ന് എനിക്കറിയില്ല. അതാണ് എന്നെ കരയിപ്പിക്കുന്ന കാര്യം എന്ന് അദ്ദേഹം പറയുകയും ശക്തമായി കരയുകയും ആ കരച്ചോടുകൂടി അദ്ദേഹം വഫാത്താവുകയും ചെയ്യുന്നുവെന്നാണ് ഇബ്നു സഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബഖാത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. റമദാൻ 27 പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് സമയമെങ്കിലും ഒന്ന് ജീവിതത്തിന്റെ പഴയ കാലത്തെ പറ്റി ആലോചിക്കണമെന്നാണ് ഈ ചരിത്രത്തിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ ഓർക്കേണ്ടത്. മകരപ്പനായ സ്വഹാബിയായിട്ടും നബിയുടെ കൂടെ ഒരുപാട് ദൗത്യങ്ങളിൽ പങ്കാളിയായിട്ടും നബിക്കേറെ പ്രിയപ്പെട്ട സ്വഹാബിയായിട്ടും ജീവിതത്തിന്റെ അവസാന കാലത്ത് മുസ്ലിമുകൾക്കുണ്ടായ ഫിത്നയും ഫസാദും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് പള്ളിയുടെ അവസാനത്തെ 10 പള്ളിയിലുണ്ട്. ഒറ്റയായ രാവിലെ പള്ളിയിൽ വന്നു ഖുർആൻ നിസ്കരിക്കുന്നു, പള്ളിയിൽ പ്രമിച്ചു കൂടുന്നു. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തെ പറ്റി ഒന്ന് അയവാക്കണമെന്നാണ് എന്നോട് നിങ്ങളുമൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതേക്കുറിച്ച് ബുദ്ധിയുമായ കാലം മുതൽ ഇതുവരെയുള്ള കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ 25, 30, 40 കൊല്ലം കഴിഞ്ഞു പോയവരാണ് നമ്മിൽ പലരും. അതൊക്കെ എന്തായിരുന്നു എന്റെ അവസ്ഥ? ഈ കാണുമ്പോൾ രൂപത്തിൽ തന്നെ ഇന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യും, എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് ജീവിതത്തിൽ യാതൊരു ലഗാനമില്ലാതെ കഴിഞ്ഞു പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ശിർക്കിന്റെയും കുഫറിന്റെയും പിന്നാലെ പോയി എല്ലാ അർത്ഥത്തിലുമുള്ള ശിർക്കും കുഫറും ചെയ്തു പോന്ന സമയം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഹറാമുകൾ, തോന്നിവാസങ്ങൾ, തിന്മകൾ, തെറ്റായ സമ്പാദ്യങ്ങൾ, ആളുകളുമായി തെറ്റായ തോതിലുള്ള ഇടപാടുകൾ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി പോന്നിട്ടാണോ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് നമ്മളൊക്കെ പിന്നീട് മാറി എത്തിയത്? അബ്ദുൽ പേരിൽ ഒന്നാമത്തെ ഘട്ടം പേടിയുള്ള കാലഘട്ടമല്ല. കാരണം അതെല്ലാം പൊറുക്കപ്പെട്ടുവെന്ന് നിബിധങ്ങൾ ഉറപ്പു നൽകിയതാണ്. മുസ്ലിം തയ്യാറായി, ഷഹാദത്ത് തയ്യാറായി. നബിയുടെ കൈ നിർത്തിയപ്പോൾ അദ്ദേഹം കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു, നബി എന്റെ കഴിഞ്ഞ കാലം വളരെ മോശമാണ്, ഞാൻ മുസ്ലിമായാൽ അതെല്ലാം പുറത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മുസ്ലിമാകാം. അപ്പോഴേ നബി പറഞ്ഞു, എനിക്കറിയില്ലേ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും അതോടുകൂടി പുറത്തു പോകും എന്ന് എനിക്കറിയില്ല. ഹിജ്റ പോയാൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും പുറത്തു പോകും എന്നും എനിക്കറിയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം തൃപ്തിയാവുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടം അദ്ദേഹത്തിന് ആസക്തിയില്ല, അത് പൊറുക്കപ്പെട്ടു എന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ കാലഘട്ടം പ്രതീക്ഷയുള്ള കാലഘട്ടമാണ്. അന്ന് ഏറ്റവും സുവർണകാലം എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് അദ്ദേഹം തന്നെ ജീവിതത്തെ പറ്റി പറയും. മൂന്നാമത്തെ ഘട്ടം പ്രശ്നമുണ്ടായിട്ടല്ല, എന്നാലും മുസ്ലിമുകൾക്കിടയിൽ ഫിത്നയും ഫസാദൊക്കെ ഉണ്ടായി. ഖവാരിജും ഷിയാക്കളും എല്ലാം രംഗത്ത് വന്നു. ജബൽ സിഫി യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. അവിടേക്ക് ചില റോളുകൾ വഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ്
അതേക്കുറിച്ചാണ് അദ്ദേഹം ആ ആശങ്ക അറിയിക്കുന്നത്. നമ്മൾ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒഴിഞ്ഞ മൂലയിൽ സ്വസ്ഥമായി നിന്ന് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്നിങ്ങനെ അയവിറക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കൂടി സംസ്കരിച്ചു, ഭക്ഷണം കഴിച്ചു പോയി, സുവിസ്കരിച്ച് പിരിഞ്ഞു, അത് മാത്രമല്ല ഒന്ന് സ്വസ്ഥമായി നിന്ന് പടച്ചറപ്പിന്റെ മുമ്പിൽ സുഖം കിടന്നോ അല്ലാതെയോ ഒക്കെയായി ഒന്ന് ആലോചിക്കണം, എന്താണ് എന്റെ കഴിഞ്ഞ കാല ജീവിതം, ഏതൊക്കെ ഘട്ടങ്ങൾ താണ്ടിയിട്ടാണ് ഞാനൊക്കെ കടന്നു പോകുന്നത്, ലോകത്തെവിടെല്ലാം പോയി, ഇവിടെ നാട് സഞ്ചരിച്ചു, പല ജോലികൾ ചെയ്തു, പല മനുഷ്യന്മാരുമായി ഇടപെട്ടു, ധാരാളം ക്രയവിക്രയങ്ങൾ ചെയ്തു, പല രൂപത്തിലും പണം ഉണ്ടാക്കി, പല രൂപത്തിലും പണം ചെലവഴിച്ചു, എല്ലാ വേണ്ട വൃത്തികൾ ചെയ്തുകൊണ്ടൊക്കെ കഴിഞ്ഞു പോന്നു. ഇതൊക്കെ അല്ല പൊറുത്തു എന്ന് നമുക്കാർക്കും യാതൊരു ഉറപ്പുമില്ല. അതൊക്കെ നമ്മളോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. ആയിഷ ബീവി ചോദിച്ചതോ ദൈവത്തിലാണ് എന്ന സാധ്യതയുള്ള ദിവസത്തിൽ ചെയ്യാൻ എന്താ നബിയെ ഞാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, എന്താ പ്രത്യേകിച്ച് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രാർത്ഥനയുടെ പ്രവർത്തി നമുക്ക് എന്തായാലും അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻ. ചെറിയ പ്രാർത്ഥന, ആകെ ഒരു അരമണി. ഇതാണ് ഈ ഒരു രാത്രിക്ക് വേണ്ടി നിമിതങ്ങൾ പഠിപ്പിച്ചുകൊടുത്ത ഏക പ്രാർത്ഥന. പക്ഷെ അതിനുണ്ട് എല്ലാം, ആ പ്രാർത്ഥന എല്ലാം ഉണ്ട്. അല്ലാഹുവേ ഈ മാപ്പ് നൽകുന്നവനാണ്, ഈ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പിന് ഇഷ്ടവുമാണ്, ഫഅഫു അന്നി അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ എന്നാണ്. ഇന്നക അഫ്വുൻ അവിടെ വാവിന് സത്തുണ്ട്, ഫാ എന്ന് നൊപ്പമാണ്. ആദ്യത്തിന് ഇന്നക അഫ്വുൻ, അഫു എന്ന് നൊപ്പാണ്, വാവിന് സത്തുമുണ്ട്. തുഹിബ്ബുൽ അഫ്വ, അഫ്വ അവിടെ ഫാവിന് സുക്കൂനാണ്, വാവിന് ഫതഹാണ്, വാവിന് സത്തില്ല. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പിന് ഇഷ്ടവുമാണ്, ഫഅഫു അന്നി അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണം. അപ്പൊ മാപ്പ് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പടച്ച റബ്ബിനോട് റബ്ബേ മാപ്പാക്കണേ എന്ന് പറയാൻ പറ്റിയ ദിവസമാണ്, രാത്രിയാണ് നമ്മൾ ഇപ്പോൾ കൊള്ളുന്ന ഈ ഒരു രാത്രി. ആ നിലയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പശ്ചാത്താപം തൗബ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. തൗബ എന്നാൽ ഖേദമാണ്, മടക്കമാണ്, യൂട്ടേണാണ് തൗബ എന്നുള്ളത്. ജീവിതത്തിൽ പോകുന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാകുമ്പോ ആ വഴിയിൽ നിന്ന് തിരിച്ചുള്ള ശരിയായ വഴിയിലേക്കുള്ള യാത്ര, അതാണ് തൗബ. താബ എന്ന വാക്കിന് റജഅ മടങ്ങി എന്നാണ് ശരിക്കർത്ഥം. മടങ്ങി പോവുക. ഒരു കുട്ടിയുടെ വണ്ടി ഓടിച്ചു പോകുമ്പോ കുറച്ചുകൂടെ പോയപ്പോ ഒരാൾ ചോദിച്ചു, വഴി വെച്ചപ്പോ പഴിച്ചു പോയതോ ഈ വഴിക്കല്ല, അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ടിയിരുന്നു എന്ന് അയാൾ പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മള് വേഗം തിരിച്ചു പോകും. പിന്നൊന്നും ആലോചിക്കുക, അവിടുന്ന് വണ്ടി തിരിച്ച് നേരെ മടങ്ങിപ്പോരുന്നു. അതാണ് ശരിക്കും തൗബ. അറബിലാ വാക്കതിന് ഉപരി തൗബ. നമ്മൾ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് മനസ്സിലായാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവിടെ വെച്ച് മടങ്ങി. അത് ഈമാന്റെ വിഷയത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, മനഹജിന്റെ കാര്യത്തിൽ, ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ എല്ലാത്തിനും ഉണ്ട് ആ തൗബ. ഞാൻ സ്വീകരിച്ച നിലപാട് ശരിയല്ല, എന്റെ റൂട്ട് ശരിയല്ല എന്ന് ഏതു കാര്യത്തിൽ മനസ്സിലായോ അവിടെ വെച്ച് നേരെ തിരിച്ചു പോരുക, റബ്ബിലേക്ക് മടങ്ങുക. 3 നിബന്ധനയാണ് തൗബക്ക് പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന്, തെറ്റെന്ന് മാറി നിൽക്കുന്ന, തെറ്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, ഇവിടെ കാര്യമൊന്നുമില്ല. തെറ്റാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിച്ചിട്ട് അറിയാതെ ചെയ്യുന്നവരുണ്ടായേക്കാം, തെറ്റാണ് എന്ന് അറിയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടായേക്കാം. അതല്ല, തെറ്റാണ് എന്ന് അറിയാതെ ചെയ്തു പോയി പിന്നീട് ബോധ്യമായി ഇത് ശരിയല്ല എങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ നമ്മൾ പതിനും തെറ്റാന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. തെറ്റാന്ന് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട ആളുകൾ അവർക്കറിയാം ഇത് പാടില്ല. ആർക്കറിയാം? പരീക്ഷ പാടില്ല അറിയാത്ത ആരാണ്? പരീക്ഷ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, സാക്ഷി വെക്കാൻ പോലും പാടില്ല, എഴുതി വെക്കാൻ പാടില്ല എന്നത് ചെറിയ പ്രായം മുതൽ നമ്മളൊക്കെ കേട്ടുപിടിച്ചു പോകുന്ന കാര്യമാണ്. എന്നാലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പലിശയുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാരാണ് മഹാഭൂരിപക്ഷമാണ്. വീട് പണയം വെക്കുന്നവർ, എന്തിനും ഏത് ലോൺ എടുക്കുന്നവർ, മാസാമാസം പലിശ കൊടുക്കുന്നവർ, ഇത് ജപ്തി നോട്ടീസ് വരുമ്പോഴേ അവർ ആളുകളും ഓടി വരാറുള്ളത്
ജപ്തിയാണ്, പ്രശ്നമാണ്, സഹായിക്കണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അല്ലാതെ പരലോകം ആലോചിച്ചുകൊണ്ട് റബ്ബേ കൊടുക്കുമല്ലോ, അള്ളാഹ് ഉപയോഗിച്ചെന്നാൽ ഞാൻ പ്രയാസപ്പെടുമല്ലോ എന്നോർത്ത് ഒരാളില്ല. അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കാനാണ് അള്ളാഹ് പലിശയെ പറ്റി നിങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളുക. നിങ്ങൾ പലിശ അവസാനിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ, റസൂലിനോട് യുദ്ധം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഒരുങ്ങിക്കൊള്ളുന്ന അർത്ഥമാണ്. നമുക്ക് അയക്കാൻ കഴിയുക പരസ്പരം യുദ്ധം ചെയ്യാൻ. അത്ര വലിയ ഗൗരവമാണ് പലിശയെ. പക്ഷെ ആ പലിശയുടെ പിന്നാലെ നോക്കൂ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു. വാഹനം വാങ്ങാൻ, വീട് വെക്കാൻ, ഒരു റൂം അധികം ഉണ്ടാക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ഒക്കെ ലോൺ എടുത്ത് മാസാമാസം പലിശ കൊടുത്തിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. ഇത് തെറ്റാന്ന് അറിയാത്തതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് തൗബയില്ലാന്നാണ് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. തെറ്റാതെ അറിഞ്ഞുകൊണ്ടും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് തൗബയില്ല, പശ്ചാത്താപമില്ല എന്ന് കാണാൻ. പല തിന്മകൾ നമ്മൾ അങ്ങനെയാണ്. ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകൾ അവർക്കറിയാം ഇത് പാടില്ല. കൈക്കൂലി വാങ്ങുന്ന ആളുകൾ അത് പാടില്ല അറിയാത്തതൊന്നുമില്ല. ആർക്കറിയാത്ത കൈക്കൂലി വാങ്ങാൻ പാടില്ല, സ്ത്രീധനം വാങ്ങാൻ പാടില്ല, ആർക്കറിയാത്ത കൊള്ളലാഭങ്ങൾ പാടില്ല, തട്ടിപ്പും വെട്ടിപ്പും പാടില്ല, ആർക്കറിയാത്തത്. പക്ഷെ കച്ചവടത്തിൽ പലപ്പോഴും കൃത്രിമത്വം കാണിക്കുക, അഴിമകൾ മറച്ചു നോക്കുക, ഇല്ലാത്ത മഹത്വങ്ങൾ പങ്കുണ്ടാക്കുക. അപ്പൊ ഈ വക തെറ്റുകളൊന്നും അറിയാത്തതുകൊണ്ടല്ല, തെറ്റാന്ന് അറിയാം, അറിഞ്ഞിട്ടും ആ തെറ്റുകൾ ചെയ്യുക. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ആർക്കറിയാത്തത് മാതാപിതാക്കൾ പാടില്ല. പക്ഷെ എന്നാലും പ്രായമായ മാതാപിതാക്കളെ പോലും മാന്യമായി പരിഗണിക്കാതെ അവരോട് വളരെ മോശമായി പെരുമാറുന്ന ആളുകൾ പോലും സമൂഹത്തിലുണ്ട്. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ആളുകൾ, അയൽപക്ക ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ആളുകൾ, ഇതൊക്കെ ആണെങ്കിൽ പിന്നെ ദൈവത്തിന് പള്ളി വന്നതിനുള്ളിലൂടെ മാത്രം രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ടതില്ല. ഇത്ര ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ ഇവരെല്ലാം നമ്മോട് പഠിപ്പിച്ചത്. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കുകയില്ല എന്നാണ് ഇവരുടെ പ്രയോഗം. റഹീം എന്നാണ് കുടുംബബന്ധത്തിന് അറബിയിൽ പറയുക. റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ നാമവുമായി ബന്ധമുണ്ട് ഈ പദം. റഹീം എന്ന പദത്തിന് റഹ്മത്ത്, റഹ്മാൻ, റഹീം എന്ന പദവുമായി ബന്ധമുള്ള വാക്കാണ്. അല്ലാഹു തആല സൃഷ്ടിപ്പെല്ലാം പൂർത്തിയാക്കിയ ശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ കുടുംബബന്ധം പടച്ചറപ്പിനോട് ഒരു അഭ്യർത്ഥന പിൻവെച്ചുവെന്ന് ഹദീസിൽ കാണാം. അല്ല, സൃഷ്ടിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കുടുംബബന്ധം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, റബ്ബേ റബ്ബേ മുറിച്ചു കളയുന്നതിൽ നിന്ന് എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. റബ്ബേ എല്ലാ ആളുകളും മുറിക്കുമോ എന്നതിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. അവർ റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലത്തെ ഓഫറുണ്ട്. നീയുമായി ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കാം, നീയുമായി ബന്ധം ചേർത്തവനോട് ഞാനും ബന്ധം ചേർക്കാം, പോലെ നിനക്ക് തൃപ്തിയായില്ലേ നിനക്ക് എന്ന് റബ്ബ് ചോദിച്ചുവെന്നാണ്. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്നവനോട് അല്ല ബന്ധം മുറിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നവനുമായി അല്ലാഹു തആല ബന്ധം ചേർക്കും. സാര കാര്യങ്ങൾക്കാണ് പല കുടുംബങ്ങളും തെറ്റിദ്ധരിക്കുന്നത്. ഒന്നും ഉണ്ടാവില്ല. സാര കാര്യങ്ങളെ പേരിൽ പല ബന്ധങ്ങളെയും മുറിച്ചു കളഞ്ഞ് കൊല്ലങ്ങളായി പോയി നോക്കാത്ത ബന്ധങ്ങൾ പോലുണ്ടാവും. അമ്മാവന്മാർ തുടങ്ങി വളരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആ ബന്ധം എന്തോ മുറിച്ചു കളഞ്ഞതാണ്. അത് ശരിയാക്കേണ്ടതുണ്ട്. ഈ രാത്രിയിൽ പടച്ചറപ്പിന് മുമ്പിൽ പറഞ്ഞ് പറ്റിപ്പോയി റബ്ബേ, അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പക്ഷെ പറ്റിപ്പോയി റബ്ബേ, അത്ര ഗൗരവമാണ് എനിക്കറിയില്ലായിരുന്നു, ഞാനിത് ശരിയാവുന്ന നന്നാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് റബ്ബിനോട് തുറന്നു പറയുകയും ആ ബന്ധങ്ങളെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് രണ്ടാമത് പിടിക്കുന്നതിന് ആവശ്യമായ പണികൾ ആരംഭിക്കുകയും ചെയ്യേണ്ടത്. ഒരു ഫോൺ വിളിച്ച് പൊരുത്തപ്പിടിക്കുന്നില്ല, ഒന്ന് പിടിക്കുക. അപ്പൊ കൊല്ലങ്ങളായി ഇട്ടിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധം പൊളിച്ചതാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ അത് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു, പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒന്ന് പിടിക്കേണ്ടി വന്നേക്കാം. റമദാൻ കഴിഞ്ഞ ഉടനെ, ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഒന്ന് പോയി കാണണം, പടച്ചറപ്പിനോട് തുറന്ന് പറഞ്ഞ് അത് പൊറുപ്പിക്കുകയും വേണം. അങ്ങനെ എല്ലാം ഓരോന്നെടുത്താലും അങ്ങനെ ചെയ്യാം. ഏത് മേഖല എടുത്താലും അറിഞ്ഞുകൊണ്ടാണ് പല തെറ്റുകളും നമ്മൾ ചെയ്യും. അയൽപക്കത്തിൽ ആരാ താമസിക്കുന്നത് പോലും അറിയാത്ത മനുഷ്യന്മാർ. അയൽപക്ക ബന്ധം വലിയ ഗൗരവമാണ്.
പക്ഷെ ആരാന്റെ അപ്പുറത്ത് താമസിക്കുന്നത് എന്തുപോലും അറിയാത്ത രീതിയിലാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്നോട് വസിയത്ത് പറഞ്ഞു അയൽവാസിയുടെ കാര്യത്തിൽ. മാസാല ജിബ്രീലു യൂസീനി ബിൽജാർ ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്നോട് അയൽവാസിയുടെ കാര്യത്തിൽ ധാരാളമായി വസിയത്തുകൾ പറഞ്ഞു. ആ വസിയത്തിന്റെ ഗൗരവം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ ഒരു വിഹിതം അവിടെ നൽകണമെന്ന് പറയുമോ എന്ന് പോലും തോന്നിപ്പോയി. അത്രയേറെ അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് വസിയത്ത് പറഞ്ഞു. ഒരു ഹദീസിൽ കാണുന്ന നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ. പടച്ചറബ്ബാണ് സത്യം മുഅ്മിനാവുകയില്ല. 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. സ്വഹാബികൾ ബേജാറായി പോയി. നബി ഇത്ര ഗൗരവത്തിൽ പറയും. സ്വഹാബ് ചോദിച്ചു, നബി ആരാണവർ? ആരെപ്പറ്റി നബി പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ, അയൽവാസിക്ക് നിർഭയത്വമില്ലെങ്കിൽ, തന്റെ ശത്രുവിൽ നിന്ന് അയൽവാസിക്ക് നിർഭയത്വമില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. ജീവിതത്തിലെ പല രംഗത്തുമുണ്ട് ഇത്തരം പോരായ്മകൾ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കാലങ്ങളായി ഭാര്യ നമ്മുടെ കാര്യത്തിൽ സംതൃപ്തയല്ല, അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ കാര്യത്തിൽ സംതൃപ്തരല്ല. ജീവിക്കുന്നുണ്ട്, രണ്ടാളും ഭാര്യ ഭർത്താവാണ്, വീട്ടിലാണ്, ഒന്നിച്ചാണ്, പക്ഷേ പരസ്പരം എന്നും പ്രശ്നങ്ങളാണ്. ഒരു സംതൃപ്തിയില്ല, ഒരു മാന്യമായിട്ടല്ല. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കാം. ഒരു പക്ഷെ ബാക്കിയൊക്കെ റാഹത്താണ്, വീട്ടിലെല്ലാം കൊണ്ടും റാഹത്ത. പക്ഷെ നമ്മുടെ ഒരു പിടിവാശി, ഭർത്താവിന്റെ ഒരു മോശമായ സ്വഭാവം, അതുകൊണ്ട് മാത്രം ആ വീട്ടിൽ സംതൃപ്തിയില്ല. അല്ലെങ്കിൽ ഭാര്യയുടെ തെറ്റായ ചില രീതികൾ, അതുകൊണ്ട് മാത്രം മക്കൾക്കും സമാധാനമില്ല, വീട്ടിലും സമാധാനമില്ല. ആകെ പ്രയാസമാണ്. ബാക്കിയൊക്കെ വീടുണ്ട്, അതേപോലെ സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഭാര്യയെ കൊണ്ട്, ആ ഭർത്താവിനെ കൊണ്ട് വീട്ടിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളെങ്കിൽ സഹോദരന്മാരെ ശരിയാക്കണം, അത് റെഡിയാക്കണം. എവിടൊക്കെ ശരിയാവാനുണ്ടോ അതൊക്കെ ശരിയാക്കി തന്നെ പോകണം. അതിന് പറ്റിയ സമയമാണ് ഈ രാത്രിയും സമാനമായ രാത്രികളുമൊക്കെ. ഈ ഒരു പ്രാർത്ഥന, അതിലേക്ക് എല്ലാം മനസ്സ് പോകണം. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് അഫ്വ്, എന്തിനാണ് മാപ്പ്? ഇങ്ങനത്തെ 100,000 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഫഅഫു അന്നി, റബ്ബേ മാപ്പ് നൽകണേ, തെറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, മാപ്പാക്കണേ എന്ന് പറയുമ്പോൾ എന്തിനാണ് എനിക്ക് മാപ്പ്? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ മാപ്പ് തന്നില്ല എങ്കിൽ രക്ഷയില്ല. അതിന്റെ പിന്നെ പ്രാർത്ഥന പോലും അതല്ലേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി റബ്ബേ, ഞങ്ങളോട് ദുൽമ ചെയ്തു പോയി റബ്ബേ, നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നട്ടക്കാരായി മാറും റബ്ബേ. ഈ പ്രാർത്ഥന എല്ലാ അർത്ഥത്തിലും ഏറ്റവും അധികം പ്രാർത്ഥിക്കാൻ അവസരപ്പെട്ടവർ നമ്മളല്ലേ. റബ്ബേ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു. എത്രയാണ് നമ്മൾ ചെയ്ത ദുൽമ? റബ്ബേ നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ റഹ്മത്ത് ചൊരിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നട്ടക്കാലിൽ പെട്ടുപോകും റബ്ബേ എന്ന ആ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഓരോ നബിമാരുടെ പ്രാർത്ഥന എടുത്താലും അത് 100 ഇരട്ടി ഊക്കോടുകൂടി നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടും. അപ്പൊ സുദീഖ് നബിയോട് പറഞ്ഞു, നബി എനിക്ക് നിങ്ങൾ ദുആ പഠിപ്പിച്ചല്ലോ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ളവർ അബൂബക്കർ സുദീഖാണ്, സ്വർഗ്ഗത്തിലാണെന്ന് ഉറപ്പാണ്. ആ സുദീഖ് നബിയോട് ആവശ്യപ്പെട്ട, നബി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരാമോ? എനിക്ക് എന്റെ റബ്ബിനോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ എനിക്കൊരു പ്രാർത്ഥന വേണം. നബി ഞങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബി ഇന്നി ളലബ്തു നഫ്സി ളുൽമൻ കബീറ, അല്ലെങ്കിൽ ളുൽമൻ കസീറ. റബ്ബേ ഞാനിതാ ധാരാളമായി എന്നോട് ദുൽമ ചെയ്തിരിക്കുന്നു റബ്ബേ. ആരാ പ്രാർത്ഥിക്കുന്നത്? അബൂബക്കർ സുദീഖ്. നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ ദുആ നീ ചെയ്തോ, എനിക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നബി ഞങ്ങൾ കൊടുത്ത പ്രാർത്ഥന, റബ്ബേ ഞാൻ ധാരാളമായി ദുൽമ ചെയ്തു റബ്ബേ, നീ അല്ലാതെ പുറത്തവനില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ. ഇത് സുദീഖ് മാത്രമല്ല, നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് സ്വസ്ഥമായി അയവിറക്കാൻ ഭരിക്കാൻ സമയത്ത് തന്റെ ജീവിതത്തെ പറ്റി അയവിറക്കിയത് പോലെ
നമ്മളൊന്ന് അയവ് വെക്കുക. ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനായിരിക്കാം. കഴിഞ്ഞ വർഷത്തിലൊക്കെ നമ്മളെ കൂടെ ഇത്തിഹാഫിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ തങ്ങൾ. ഇത് നമ്മുടെ കൂടെ ഇല്ല, തമിഴിലാണ്. അതാഹത്തിൽ അനുഗ്രഹിക്കുമെന്നാണ്. അടുത്ത റമദാൻ ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും പേര് പറഞ്ഞിട്ടായിരിക്കും അന്ന് സംസാരിക്കാനുള്ള ആളുകൾ ഒരുപക്ഷെ പറയുക കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷമില്ല. അവസാനത്തെ റമദാനായിരിക്കാം എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞത് യാത്ര ചോദിക്കുന്നവർ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക. അവസാനത്തെ നിസ്കാരമാണ് വിചാരിക്കുക, അവസാനത്തെ റമദാനാണ് വിചാരിക്കുക. ഇനി ഉണ്ടാവൂല, ഇനി എനിക്ക് കിട്ടൂല, ഇതിന്റെ ലാസ്റ്റ് റമദാനാണ്, ഇതിന്റെ അവസാന പത്താണ്, ഇനി 27ാമത് ജീവിതത്തിൽ ഉണ്ടാവൂല, ഇതിന്റെ ഏറ്റവും അവസാനത്തേതാണ് എന്ന് വിചാരിച്ചാൽ കുറച്ചുകൂടെ ഭക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ഭക്തി കുറെ ആൾക്ക് കൂടി കുറെ ഭർത്താക്കും കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറഞ്ഞ് പരിചയപ്പെട്ട് കുറെ പുതിയ ബന്ധങ്ങൾ കിട്ടി, അല്ലെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതിന് മാത്രം പരിമിതപ്പെട്ടുകൂടാ. ഒന്ന് സ്വസ്ഥമായി ഇരിക്കണം, പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കണം, പഴയതെല്ലാം ഒന്ന് ഓർക്കണം, എന്നിട്ട് അതെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ച് അപ്പിനോടൊന്ന് മനസ്സറിഞ്ഞ് ഇതൊക്കെ പഠിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു റബ്ബേ, ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നുപോയി റബ്ബേ. അതുകൊണ്ട് നീ അഫ്വാണ്, നീ മാപ്പ് നൽകുന്നവനാണ്, നിനക്ക് മാപ്പ് യുക്തവുമാണ്. അതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ദീർഘമായി നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ സുജൂദിൽ എല്ലാം ദിക്റുകൾ ദുആകൾ വർദ്ധിപ്പിക്കുമ്പോഴും ആ ഒരു മനസ്സ് നമുക്ക് വേണം. സുജൂദിൽ കിടന്ന് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യാനും ഇമാം നിസ്കാരം ദുഃഖിപ്പിക്കുമ്പോൾ ആ സുജൂദ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. ഈ പ്രാർത്ഥന സുജൂദിലാവാം, അല്ലാത്ത പ്രാർത്ഥനകളാവാം, ഏത് പ്രാർത്ഥനയും സുജൂദിൽ കണ്ട് പ്രാർത്ഥിക്കാം. നബി തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ഹദീസ്, അഖ്റബു മാ യകൂനു അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു അദ്ദുആ. ഒരു അടിമ അല്ലാഹുവുമായി ഏറ്റവും അധികം അടുക്കുന്ന സമയം സുജൂദിലാണ്. അതാണ് നിങ്ങൾ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കണേ എന്നാണ്. പടച്ച റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. 7 അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ കിടക്കുന്ന ആ സുജൂദ്, അതിലേറെ അല്ലാഹുവിനെ അടുക്കാവുന്ന മറ്റു സന്ദർഭമില്ല. ഫഅക്സിറു അദ്ദുആ, അതാണ് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സുജൂദ് നമുക്ക് അവസരമാണ്. പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ കിടന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. സ്വതന്ത്രമായി എത്രയും നിസ്കരിക്കാം, എപ്പോഴും നിസ്കരിക്കാം. നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 3 സന്ദർഭമുണ്ട്. അതല്ലാത്ത ഏത് സമയത്തും നിസ്കരിക്കാം. എപ്പോഴും സുബ്ഹാനല്ലാഹ് ചെല്ലാം, അൽഹംദുലില്ലാഹ് ചെല്ലാം, അല്ലാഹു അക്ബർ ചെല്ലാം, ഖുർആൻ ഓതാം, ദിക്റുകൾ ചെല്ലാം, ദാനധർമ്മങ്ങൾ ചെയ്യാം എന്നതുപോലെ തന്നെ ഒരാൾക്ക് എപ്പോഴും നിസ്കരിക്കാം. 3 സമയത്താണ് പാടില്ലാത്ത. സുബഹിക്ക് ശേഷം നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ. നട്ടുച്ച നേരത്ത് നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി ദുഹുറിന്റെ സമയമാകുന്നത് വരെ. അസുര ശേഷം നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ഇത് 3 അല്ലാത്ത ബാക്കി ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം. എത്ര നിസ്കരിച്ചാലും അത്രയും മഹത്വമാണ്. സുജൂദ് വർദ്ധിപ്പിച്ചാൽ വലിയ മഹത്വമാണ്. നബി ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചുവല്ലോ, നബിയുടെ സ്വഹാബി, നബിയെ താങ്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ റഫീഖായി കൊണ്ടുവന്നാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കൂട്ടുകാരനായി കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞത്. അദ്ദേഹം നബിയുടെ അങ്ങേയറ്റം നബിയെ സ്നേഹിച്ച സ്വഹാബിയാണ്. നബിക്ക് വല്ലാത്ത ഖിദ്മത്താണ്. എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാവും, നബിയോടൊപ്പം എപ്പോഴും നടക്കും. നബി എവിടെ പോകുമ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടാവും. രാത്രി ഇശാവും കഴിഞ്ഞ് നബി ഞങ്ങൾ ഉറങ്ങാനുണ്ട് വീട്ടിൽ കയറുമ്പോ സലാം ചൊല്ലി അവിടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞാലും റബീഅ പോകൂല. നബിയുടെ വീടിന്റെ വാതിന്റെ പുറത്ത് അദ്ദേഹം ഇരിക്കും. നബി അറിയാതെ ഇരിക്കും. യാത്ര പറഞ്ഞ് സലാം ചൊല്ലി പിരിഞ്ഞു, പക്ഷെ പുറത്തവിടെ ഉണ്ടാകും. നബി രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ നബിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാമല്ലോ എന്ന ആ ഒരു മനസ്സോടുകൂടി അദ്ദേഹം പുറത്തന്നെ ഒരു കാവൽക്കാരനെ പോലെ ഇരിക്കുമെന്നാണ്. അപ്പൊ ഈ ഒരു താല്പര്യം കണ്ടപ്പോ നബിയുടെ കൂടെ കൂടാനും നബിയുമായി ഇത്രയധികം സഹവസിക്കാനുമുള്ള അദ്ദേഹത്തിന് അതിയായ താല്പര്യം കണ്ടപ്പോൾ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, വല്ല ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ, ഇത് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ. നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്തെങ്കിലും വല്ല സാമ്പത്തിക സഹായങ്ങളോ
മറ്റെന്തെങ്കിലും അങ്ങനത്തെ സപ്പോർട്ടുകളോ അത് വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെയായി. അപ്പൊ റബീഹ പറഞ്ഞു, ഞാനൊരു ആലോചിച്ച് എന്താ അപ്പൊ ചോദിക്കാം. നബി ചോദിക്കാൻ പറഞ്ഞതാണല്ലോ, ആ ചോദ്യം പഴക്കാൻ പാടില്ല, ഒരു ചാൻസ് ഇട്ടില്ല. അപ്പൊ അദ്ദേഹം നബിക്ക് സമയം തരുവച്ചു. സമയം തരാം, ശരി, അത് ആലോചിച്ച് വരാം. അദ്ദേഹം ഞാൻ പോയി ആലോചിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ദുന്യാവിന് എന്ത് കാര്യം ചോദിച്ചാലും അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞു പോകും. അപ്പൊ അത് ചോദിച്ചിട്ട് കാര്യമില്ല, പരലോകം കിട്ടിയേ കാര്യമുള്ളൂ എന്നാ പിന്നെ അതന്നെ ചോദിക്കാം. അങ്ങനെ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ്, നബി, എനിക്ക് ആകെയുള്ള ആഗ്രഹം സ്വർഗത്തിലും വേണം നിങ്ങളെ കൂടെ കൂട്ടുകാരനായി കൂടുക. ദുനിയാവിൽ നിങ്ങളെ കൂടെ ഞാൻ ഇപ്പൊ എപ്പോഴും ഉണ്ട്, എന്നതുപോലെ സ്വർഗത്തിലും നിങ്ങളോടൊപ്പം സഹവസിക്കാനാണ് എനിക്കതിയായ ആഗ്രഹം എന്ന് ഞാൻ പറയുമ്പോൾ നബി നൽകിയ നിർദ്ദേശം കാണാം. ഇതല്ലാത്ത വല്ലതും ചോദിക്കാൻ ചോദിച്ചു, ഇല്ല, എനിക്കതേ ചോദിക്കാറുള്ളൂ. അപ്പൊ നബി പറഞ്ഞു, എങ്കിൽ നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. സുജൂദ് വർദ്ധിക്കൽ നബിയോടൊപ്പം സഹവസിക്കാൻ കൂടി നിമിത്തമാകുന്ന കാര്യമാണ്. സുജൂദ് വർദ്ധിപ്പിക്കാന്നാണ് നിസ്കാരം വർദ്ധിപ്പിക്കണം, അല്ലാതെ നിസ്കാരത്തിൽ സുജൂദ് എണ്ണം കൂട്ടാൻ പറ്റുന്നത്. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കാനത് ധാരാളമായി നിസ്കരിക്കുക, പാടില്ലാത്ത സമയം ഒഴിച്ച് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം. അല്ലാഹു തആല കൊണ്ട് രണ്ടരക്ക നിസ്കരിക്കുകയാണ് എന്ന നിയ്യത്തോടു കൂടി ഒരാൾക്ക് എത്ര നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു, റുക്കൂഇൽ ദീർഘിപ്പിച്ചു, അതൊക്കെ ചെയ്യാം. നബി തങ്ങൾ പലപ്പോഴും ദീർഘമായി നിസ്കരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിച്ചിട്ട് ആയിഷ ബീവി പറയാണ്, ഞാൻ തോന്നിപ്പോകും ചിലപ്പോ നബി സുജൂദിൽ കിടന്ന് മരിച്ചുപോയോ എന്ന് തോന്നിപ്പോകുന്നതാണ്. അത്രയും സമയം സുജൂദിൽ കിടന്നിട്ട് എത്രയായിട്ടും എണീക്കുന്നില്ല. ഈ സുജൂദിൽ കിടന്ന കാര്യം വഫാത്തായോ ഞാൻ മെല്ലെ ഒന്ന് നബിനൊന്നിങ്ങനെ ഒരു നുള്ളി നോക്കുന്നതാണ്, അഥവാ വല്ലതും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി. അതൊക്കെ പടച്ചറപ്പുമായുള്ള മുനാജാത്താണ്, സ്വകാര്യ സംഭാഷണമാണ്. അതിനൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറപ്പിലേക്ക് കൂടുതൽ അടുക്കണം. ശിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകും. റമദാനിൽ പോലും ഈ അവസാനത്തെ 10 പോലും ജാലങ്ങൾ പോയിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ സമയത്ത് പോലും അല്ലാത്തത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഹക്കും ജാഹും വർക്കത്തും പറഞ്ഞ് കൊടുത്ത കഴിവും പറഞ്ഞ് പലരെയും പിടിച്ചു നേടുന്ന മനുഷ്യന്മാരുണ്ട്. അതിലേക്ക് അവിടെ നഷ്ടപ്പെട്ടതാണ്. പടച്ചറപ്പിലേക്കല്ലാതെ ഒരു കൈ ഉയരാൻ പാടില്ല, റബ്ബിലേക്കല്ലാതെ പ്രാർത്ഥന ഉയരാൻ പാടില്ല. എന്തു വന്നാലും ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. അതാണ് വിശ്വാസിയുടെ നിലപാട്. എനിക്കല്ല മതി. ആ പടച്ചറപ്പിന് പുറമെ ഒരു പടപ്പും ആവശ്യമില്ല. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി. എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ ആ പടച്ചറപ്പാകും. അതിനപ്പുറത്ത് വേറെ ഏത് പടപ്പാണെങ്കിലും, എത്ര വലിയ പ്രവാചകന്മാരാണെങ്കിലും, എത്ര വലിയ മഹത്വത്തിലാണെങ്കിലും, എത്ര മഹാന്മാരാണെങ്കിലും ശരി, അതൊന്നും പ്രാർത്ഥിക്കപ്പെടേണ്ടവരല്ല. അവരെ ബഹുമാനിക്കാം, ആദരിക്കാം. അവരുടെ ജീവിതത്തെ നല്ല മാതൃകകളെ നമുക്ക് മാതൃകയാക്കാം എന്നല്ലാതെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർ സഹായത്തിനിടുക, അവർ സഹായിക്കുമെന്ന് പറയുക, അതൊക്കെ പിൽക്കാലത്ത് ശിയാക്കൾ കെട്ടിയുണ്ടാക്കി മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ മാർഗം മാത്രമാണ്. അല്ലാതെ അല്ലാഹു റസൂൽ പഠിപ്പിച്ച വഴികളല്ല അതൊന്നും. ഒരു റമദാനിൽ പോലും ആ വഴിക്ക് പോകുന്ന മനുഷ്യന്മാരുണ്ട്, ഒരിക്കലും ശരിയല്ല. അതൊക്കെ ഒഴിവായി എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. ആ റബ്ബ് പഠിപ്പിച്ചൊരു കാര്യം, ആ റസൂൽ പഠിപ്പിച്ചൊരു കാര്യം, അത് സ്വീകരിച്ചേ പറ്റൂ. നമ്മുടെ നിലപാടായി മാറണം. ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹാണ് എന്ന് മനസ്സിലായാൽ പിന്നെ അവിടെ വേറെ ചോദ്യം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലെങ്കിൽ നബികൾ പഠിപ്പിച്ചു, സ്ഥിരപ്പെട്ട് സ്വഹീഹായി വന്നു എങ്കിൽ പിന്നെ അവിടെ യുക്തിക്കും ബുദ്ധിക്കും വേറെ താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ആലോചിക്കാൻ ചിന്തിക്കാനും പിന്നെ അവസരമില്ല. എന്താ നബി അങ്ങനെ പറഞ്ഞത്, എന്റെ ഹദീസ് അങ്ങനെ വന്നത്, ആ ഹദീസ് ശരിയാവുന്നല്ലോ, ആ ഹദീസ് ഖുർആനെതിരെ, ആ ഹദീസ് ബുദ്ധിക്കെതിരെ, അതൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒന്നില്ല. ശൈഖ് സൈബ് തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ മാത്രം എഴുതിയ കിതാബാണ് ബുദ്ധിയും പ്രമാണവും എതിരാവുകയില്ല ഇത് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം അതൊക്കെ വളരെ വിശദമായി അദ്ദേഹം അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രമാണം മനുഷ്യബുദ്ധിയോട് എതിരാവുകയില്ല. ഒരു ഹദീസിന് പക്ഷേ നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം. നമുക്കത്രയും ഉള്ളു, നമ്മളത്രയും പഠിച്ചിട്ടുള്ളൂ.
അവിടെ ആ ഹദീസിനെ പക്ഷെ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കാം. അതിനും പല ഹദീസ് വാട്സപ്പിൽ അയച്ചു എന്താ അതിന്റെ വിശദീകരണം ഇതൊന്ന് പറഞ്ഞുതരാൻ പറ്റും. ചിലപ്പോൾ ആരോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല. അതിനർത്ഥം ആ ഹദീസ് മോശമാണ് തന്നെ. നമ്മൾ പലരോടും ചോദിച്ചു, ആരും ഉത്തരം പറയുന്നില്ല എങ്കിൽ ആ ഹദീസിനെന്തോ പ്രശ്നമുണ്ട് എന്ന് മാറ്റിവെക്കുകയാണ് എന്നല്ല വിചാരിക്കേണ്ടത്. ഹദീസ് സത്യമാണ്, നബി ഞങ്ങളെ പറഞ്ഞത് സത്യമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നബി ഞങ്ങൾ സംസാരിക്കുകയില്ല വഹി അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ. ആ റസൂല് പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. അതിന് ആശയം എന്താ, ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കത്രേ എഴുതുള്ളൂ, ഞാൻ ഇത്രേ പരിശ്രമിച്ചിട്ടുള്ളൂ, അത്രേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ചോദിച്ച പണ്ഡിതന്മാർ അവർക്കും ആ വിശുദ്ധത്തെ അറിയുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ അറിയുന്ന ആളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അറിയുന്ന ആളിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിച്ചോളൂ. എന്നാലും ശരി, നബിതങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം ശരിയല്ല എന്നൊരു മനസ്സ് പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സ്വഹീഹ് ബുഖാരി വന്നാൽ, സ്വഹീഹ് മുസ്ലിമിൽ വന്നാൽ ഉമ്മത്ത് ഒന്നാകെ കബൂലിയത്ത് കൊടുത്തതാണ് ബുഖാരി മുസ്ലിം ഒക്കെ. ഉമ്മത്ത് ഒന്നടങ്കം അഭിപ്രായ വ്യത്യാസമില്ലാതെ മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ട് 14 തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്നതാണ് സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസിലാണ്. അതിലൊക്കെ വന്നിട്ട് പോലും എന്നാലും അതെങ്ങനെ അത് ശരിയാവുന്നല്ലോ എന്നൊരു മനസ്സുണ്ടെങ്കിൽ സഹോദരന്മാരെ, അതൊരു രോഗമാണ്, അതൊരു അസുഖമാണ്. കൽബിനെ ബാധിക്കുന്ന രോഗമുണ്ട്, അതിൽപ്പെട്ട രോഗമാണ് നിഫാഖ് രോഗമാണ്, സംശയം രോഗമാണ്. എന്നതുപോലെ കൽബിലുള്ള രോഗമാണതൊക്കെ, അല്ല വെറും ഒരു സംശയം മാത്രമല്ല. ആ അസുഖത്തെ നമ്മൾ ഗൗരവമായി കണ്ടില്ലെങ്കിൽ നമ്മളെ ഈമാൻ തെറ്റിപ്പോകും. അത് നമ്മുടെ നിലപാടിന്റെ ഭാഗമായി മാറണം. അള്ളാഹു റസൂലും പറഞ്ഞ പിന്നെ കേട്ടു അനുസരിച്ചു, പിന്നെ വർത്താനല്ല, പിന്നെ ചോദ്യമില്ല. എന്തേ ബനീബി അങ്ങനെ പറഞ്ഞു, എന്റെ ഹദീസ് അങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമേ ഇല്ല. അത് കേട്ടു അനുസരിച്ചു. അബൂബക്കർ സിദ്ദീഖിന്റെ മൻഹജ് അതാണ്. മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്നപ്പോ നബിതങ്ങൾ വന്ന് പറഞ്ഞു, ഞാൻ രാത്രി ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് 7 ആകാശത്തേക്കും പോയി, അള്ളാഹുമായി സംസാരിച്ചു, തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ മക്കത്തെ മുസ്ലിംകൾ വിചാരിച്ചു ഇത് പറ്റ ചാൻസാണ്, ഇത് വിശ്വസിക്കാൻ ഒരാളെ കിട്ടുകയില്ല. മുഹമ്മദ് പറഞ്ഞവർക്ക് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരും പോലും ഇത് വിശ്വസിക്കൂല. അതുകൊണ്ട് മുഹമ്മദിനെ കൂടെയുള്ളവരെ പിന്തിരിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണിത്. അങ്ങനെയാണ് അവർ അബൂബക്കർ സിദ്ദീഖിനെ മറ്റേ കാണുന്നത്, ചോദിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? അപ്പൊ എന്തേച്ചപ്പോ അവര് പറഞ്ഞു, അറിഞ്ഞില്ലേ മുഹമ്മദ് പറഞ്ഞ അവസാനം പറഞ്ഞെന്താ, രാത്രി ഫലസ്തീനിൽ പോയത്രേ, അവിടുന്ന് ആകാശത്തേക്കും പോയത്രേ, നേരം എടുത്തപ്പോഴേക്ക് തിരിച്ചവിടെ വന്നിട്ടുമുണ്ട്. അവന്റെ സ്നേഹ ചോദ്യമുണ്ട്, എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവോ? അതെ പറഞ്ഞു. അദ്ദേഹം മറുപടി, എന്റെ നബി അത് പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയാവും. ഇവർ അത്ഭുതപ്പെട്ടു. ഇവർ ചോദിച്ചു, എന്താണ് അബൂബക്കർ, ഇത് വിശ്വസിക്കുകയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, എനിക്കെന്താ വിശ്വസിക്കാൻ പ്രയാസം? ആ നബിക്ക് ആകാശത്തിൽ നിന്ന് മലക്കിറങ്ങി വന്ന് വഹി നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളാ ഞാൻ. ആകാശത്തിൽ നിന്ന് വാർത്തകൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആളാ ഞാൻ. എനിക്ക് പിന്നെ റസൂൽ ആകാശത്ത് പോയി തന്നാൽ അതെന്താ വിശ്വസിക്കാൻ പ്രയാസം? എത്ര സിമ്പിളാണ്. അങ്ങനെ ആലോചിച്ചാൽ എത്ര സിമ്പിളാണ്. അല്ലെങ്കിലോ അത് പിന്നെ സംഭവിക്കോ? ഒറ്റ രാത്രിയുള്ള ഫലസ്തീനിൽ പോവുക, അവിടെ നിന്ന് ആകാശത്തേക്ക് പോവുക, നിലവിളിക്ക് പോയി തിരിച്ചെത്തുക, അത് പെട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചാലോ അത് പ്രശ്നമാണ്. ഷഹാദത്തിന്റെ മാറ്റമാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ സാക്ഷിയാണ്. ആ മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല വഹി നൽകുന്നുണ്ട്, ജിബ്രീലിനെ കാണുന്നുണ്ട്, മുഅ്ജിസത്തുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നബിയുടെ ആകാശത്ത് പോയി എന്ന് വന്നാലും അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് ശരിയായ മൻഹജ്. ആ മൻഹജ് അംഗീകരിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ തെറ്റിപ്പോകും. ആയത്തുമൊക്കെ സ്വീകരിക്കുന്ന വിചാരിക്കുമ്പോൾ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു സഹോദരികളെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം ഈ റമദാനിൽ നിന്ന് ശവ്വാലിലേക്ക് നമ്മൾ കടക്കാൻ. ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റം വേണോ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം. ഏതൊക്കെ നന്മകൾ ബോധപൂർവം ഒഴിവാക്കിയതുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. നമുക്കറിയാം നന്മയാണ്, കൂലി കിട്ടും, മഹത്വമാണ് എന്നറിയാം. പക്ഷെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല നന്മയും മാറി നിൽക്കുകയാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ
പലതും ജീവിതത്തിൽ പാലിക്കുന്നില്ല. എന്താ തടസ്സം വെച്ച് തടസ്സമൊന്നുമില്ല, എന്നാലും അതങ്ങനെ തുറന്നു പോവുകയാണ്. അതെല്ലാം ഒരു മാറ്റം. റമദാൻ കിട്ടുമ്പോ ഒരു മാറ്റം ആവശ്യമാണ്. ശരിയാൾക്ക് താഴെ വസ്ത്രം കൊടുക്കുന്ന പുരുഷന്മാർ, താടി പൊടിച്ചു കളയുന്ന ആളുകൾ, മീശ വലിയ കട്ടിയാക്കി വെക്കുന്ന ആളുകൾ, ഒന്നും ശരിയല്ല. അതൊക്കെ മാറേണ്ടതാണ്, മാറ്റേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞു താഴെ പോയ വസ്ത്രം നരകത്തിലാകുന്നതാണ്. താഴെ പോയ വസ്ത്രം നരകത്തിലാകുന്നതാണ്. ഇത്ര ഗൗരവത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. എങ്കിൽ നമ്മുടെ വസ്ത്രം അങ്ങനെ പോയിക്കൂടാ. താടി സമർത്ഥമാക്കാൻ എത്ര ഹദീസാണ്, തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി കാണാം. ബുഖാരി, മുസ്ലിം അടക്കം ഒട്ടുമിക്ക ഹദീസിനെതിരെ ഹദീസിലാണ്. താടി നിങ്ങൾ സമർത്ഥമാക്കുക, താടി നിങ്ങൾ വ്രതം വിടുക തുടങ്ങിയ പദപ്രയോഗങ്ങൾ ധാരാളമായി കാണാം. എന്താ പറയുക? തടസ്സമുള്ളത് ഒരു തടസ്സമില്ല, ഒരു തടസ്സമില്ല. എന്നാലും നമ്മളങ്ങനെ ശീലിച്ചു പോവുകയാണ്. എല്ലാ രംഗത്തും സഹോദരങ്ങളെ നബിയെ മാതൃകയായി കാണുക. തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാ മാതൃക? അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ, അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നബിയുടെ മാതൃകയുണ്ട്. ദുന്യാവിലേക്ക് മനുഷ്യന്മാർക്ക് മാതൃക ഉണ്ടാവില്ല. പക്ഷെ റബ്ബിനെ കണ്ടുമുട്ടണം, സ്വർഗത്തിലേക്ക് എത്തണം, നരകത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല മാതൃക പ്രവാചകൻ തന്നെയാകും. ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. എന്ത് ചെയ്യുമ്പോഴും എന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്, എന്റെ റസൂൽ എങ്ങനെയാ പറഞ്ഞത്, എന്റെ റസൂൽ എന്താ വിലക്കിയത്, അത് നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഭക്ഷണം കഴിക്കും വലത്തേ കൈ കൊണ്ട്, വെള്ളം കുടിക്കും വലത്തേ കൈ കൊണ്ട്. എന്താ കാരണം? എന്റെ റസൂൽ അങ്ങനെയാണ്, എന്റെ റസൂൽ അങ്ങനെയാണ്. ഏത് കാര്യം പള്ളി കിടക്കാൻ വലത് കാലം വെച്ചിട്ട് പുറത്തേക്കൊക്കെ ഇടത് കാലം വെച്ചാൽ എന്താ കാരണം? എന്റെ റസൂൽ അങ്ങനെയായി. മുടി ചെയ്യുമ്പോഴും വലതുഭാഗം പാലം ചെയ്യുക, കുപ്പായം വലത്തേ കൈയിൽ ആദ്യം ധരിക്കുക, ചെരുപ്പിടുമ്പോ വലത്തേ കാലിൽ ആദ്യം ചെരുപ്പിടുക. എന്തിനാണ്? എന്റെ റസൂൽ അങ്ങനെയാണ്. അതാ ഉസ്മത്തുൽ ഹസന. ആ നബി ഞങ്ങളെ മനസ്സിനെ കണ്ണിൽ കാണുന്ന പോലെ, ഓരോന്ന് ചെയ്യുമ്പോഴും നബിയെ മുന്നിൽ കാണുന്ന പോലെ, നബി ചെയ്യുന്ന പോലെ ചെയ്യുക, നബി കാണിച്ചതുപോലെ ജീവിതത്തെ ക്രമീകരിക്കുക. അതാണ് നബിയെ മാതൃകയാക്കി. ഏത് കാര്യത്തിലും എന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്, എന്റെ റസൂൽ എന്താ പറഞ്ഞത്, എന്റെ റസൂൽ ഇക്കാര്യം പാടില്ല എന്ന് പറഞ്ഞതാണ്, എനിക്കത് വേണ്ട എന്തൊരു മനസ്സാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടി. ആ നിലയ്ക്കൊരു മാറാൻ ഒരു മാറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. ഈ തീരുമാനമെടുത്തിട്ട് വേണം പടച്ചവനോട് പറയാൻ, റബ്ബേ പറ്റിപ്പോയി, റബ്ബേ ചെയ്തു പോയി, റബ്ബേ പലതും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിലപാടായി സ്വീകരിക്കാൻ പറ്റാത്ത പലതും നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവസാനിപ്പിക്കുകയാണ്, മാറ്റുകയാണ്. ഞാൻ മാറാൻ തയ്യാറാണ്. സിദ്ധകാലം ഇനിയുള്ള ആയുസ് നീ പഠിപ്പിച്ച പോലെ, എന്റെ റസൂൽ പഠിപ്പിച്ച പോലെ, എന്റെ ദീനപ്രകാരം ജീവിതം ക്രമീകരിക്കാൻ ഞാൻ തയ്യാറാണപ്പേ. അപ്പൊ ആ ദുആ ചെയ്യുമ്പോ വല്ലാത്തൊരു ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് മൊത്തം ഞാൻ ചൊല്ലിപ്പോകേണ്ടാവും. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥതയുണ്ടാകും. അത് മനസ്സിൽ നിന്ന് വരും ആ തേട്ടം. ആ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ഇന്നും വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന. അതുകൊണ്ട് അത്രയൊരു മാറ്റത്തെ സഹോദരങ്ങൾ നമ്മൾ തയ്യാറായി. ഈ റമദാനിൽ കഴിയുമ്പോ ഒരു പുതിയ ജീവിതം, ഒരു നല്ലൊരു മാറ്റം ഇതുവരെ ഉണ്ടായതുപോലെയല്ല, അതിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം തുടങ്ങി വെക്കണം. ഖൈറുകൾ പലതും ചെയ്യാൻ നമുക്കുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉണ്ടാകും. ഒരുപാട് നന്മകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത നന്മയുടെ വഴികൾ എപ്പാടുമുണ്ട്. എല്ലാ ഖൈറും നമ്മൾ ഭാഗമാക്കാം. നാട്ടില് അനാവശ്യ പ്രയാസം ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. ദുന്യാവങ്ങനെ തന്നെയാണ്. അതിന് പിന്നാലെ നമ്മൾ കൂടേണ്ടതില്ല. ദുന്യാവ് അങ്ങനെയാണ്. ദുന്യാവിലിരിക്കലും എല്ലാവരും പുരാനുസരിച്ചല്ല ദുന്യാവ് ജീവിക്കും. അവിടെ എല്ലാ വേണ്ട അവസ്ഥയും ഉണ്ടാവും. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ആ വഴിക്കല്ല പോകേണ്ടത്. അതിനിടയിലും റബ്ബിനെ മറക്കാതെ, പരലോകം മറക്കാതെ, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട് തന്നെയുള്ള ജീവിതമാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മക്കൾ ദീന പഠിക്കട്ടെ, ഭാര്യയും മക്കൾ ദീനിയായ വഴിക്ക് ജീവിക്കട്ടെ. അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. മക്കളോട് പറയുക, ഭാര്യയോട് പറയുക, നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റൂല, ഒരു മാറ്റം വേണം. വീട്ടിൽ നിന്ന് കൂടുക, മക്കളെ വിളിച്ചു കൂട്ടുക, ഭാര്യയും കൂട്ടിരുത്തുക, ഒരു പറയുക,
നമുക്ക് ഏതായാലും ഇങ്ങനെ പോയാൽ പറ്റില്ല. നമ്മുടെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്താം. നമുക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടണം. വാപ്പ മാത്രം സ്വർഗത്തിൽ പോവുക, ഉമ്മ നരകത്തിൽ പോവുക, മക്കൾ നരകത്തിൽ പോവുക, അല്ലെങ്കിൽ വാപ്പ നരകത്തിൽ പോവുക, അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തണം. അത് ഖുർആൻ പറഞ്ഞ ഓഫറാണ്. വല്ലദീന ആമനൂ വത്തബഅതും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും. സൂറത്തുൽ തൂറിൽ അല്ലാഹു പറഞ്ഞു, ഈമാൻ സ്വീകരിച്ച ആളുകൾ, ആ ഈമാന്റെ വഴിയിൽ ഭാര്യ സന്താനങ്ങളെ കൂടി പിന്തുടർത്തിയ ആളുകൾ, അവർ നാം കുടുംബസമേതം സ്വർഗത്തിൽ ചേർത്തി കൊടുക്കുന്നതാണ്. കുടുംബസമേതം സ്വർഗത്തിൽ പോവുക, ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തുക, അതാവണം നമ്മുടെ ലക്ഷ്യം. എല്ലാവരും കഴിഞ്ഞു പോകും. അത് നമ്മളിങ്ങനെ ആയുസ് മുന്നോട്ട് പോകുന്നു, ഇടയ്ക്കപ്പോഴും മരിച്ചു പോകുന്നു, അതെങ്ങനെ ഉണ്ടാവും. പക്ഷേ കുടുംബസമേതം എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. എന്റെ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണം, എന്റെ മക്കൾ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണം, എന്റെ ഭർത്താവ് എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് വന്നാൽ അള്ളാഹു റസൂൽ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമായി മാറും. അല്ലെങ്കിൽ ഭർത്താവിന്റെ ദീന് ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യയുടെ ദീന് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല, ഉമ്മാന്റെ ബാപ്പാന്റെ ദീന് മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. അതുണ്ടായിക്കൂടാ. എല്ലാവരുടെയും അജണ്ട ഒന്നായാൽ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. എല്ലാവരുടെയും അജണ്ട സ്വർഗത്തിലേക്ക് എത്തലാണ്. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗം കിട്ടലാണ്. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭർത്താവ്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതാവണം നമ്മുടെ വീട്. പരസ്പരം ഉപദേശിക്കുന്ന, തമ്മിൽ നന്മയുടെ വഴികൾ കണ്ടെത്തുന്ന. വാപ്പ തെറ്റിപ്പോകുമ്പോ, ഉമ്മ തെറ്റിപ്പോകുമ്പോ അത് ശരിയല്ല, ഇത് നമുക്ക് വേണ്ട വാപ്പ, മോനെ അത് നമുക്ക് വേണ്ട, ഇക്ക ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാനെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറും. കുടുംബനാഥന്മാർ എന്നതിലേക്ക് നമുക്കൊക്കെ ആ ഒരു ബാധ്യതയുണ്ട്. മക്കൾ ദീന് പഠിക്കട്ടെ. ഖുർആൻ ഇഫ്താക്കിന്റെ മക്കളാണെങ്കിൽ ഇഫ്താക്കിന്റെ അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ധാരാളം ഇഫ്ത് സംവിധാനങ്ങൾ ഇന്നുണ്ട്. ദീന് പഠിക്കാൻ ജാമ്യ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല സംരംഭങ്ങൾ പല ഭാഗത്തും വരുന്നു. നമ്മളെ മക്കളെ ആ വഴിക്ക് വിടാം, ഒരിക്കൽ പഠിക്കട്ടെ. സംസ്കാരം വളരെ മോശമാവുകയാണ്. പല ക്യാമ്പസിലേക്ക് മക്കളെ പറഞ്ഞേക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. പേടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മക്കളെ പല സ്ഥാപനത്തിലേക്കും പറഞ്ഞയക്കുന്നത്. പക്ഷെ 4-5 കൊല്ലം അന്യ നാട്ടിൽ പോയി ഹോസ്റ്റലിൽ നിന്ന് അവർ പഠിച്ച് MBBS പാസ്സായി വന്നേക്കാം. പക്ഷെ അത്രയും കാലം ചുമയില്ല, ജമാഅത്തില്ല, നിസ്കാരമില്ല, ഖുർആനോത്തില്ല, അല്ലാഹയെ പറ്റി യാതൊരു ബോധവുമില്ല. എല്ലാം കഴിഞ്ഞ് ഡോക്ടറായി വരുമ്പോഴേക്ക് തീ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ സ്വർഗം ഇല്ലതായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗതി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഓർത്തും ആലോചിച്ചിട്ടും വേണം ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കാൻ. എവിടെ കൊണ്ട് ചേർക്കുമ്പോഴും അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, അവിടെ പള്ളിയുണ്ടോ, ചുമഴ കിട്ടുമോ, അവിടെ ദീനിയായി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം മക്കളെ ഏത് ക്യാമ്പസിനാണെങ്കിലും പറഞ്ഞേക്കാൻ. അതൊന്നും നോക്കാതെ ഏറ്റവും വലിയ ക്യാമ്പസ് നോക്കി വലിയ ഫീസ് കൊടുത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ലോണമെടുത്ത് അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് എന്റെ മോൻ ഡോക്ടറാന്ന് പറയാന്നല്ലാതെ അതൊരു കാര്യം ഉണ്ടാവില്ല. പരലോകത്ത് നഷ്ടമായ കുടുംബത്തിന് മൊത്തം ഒരുപക്ഷെ അവനെ കൊണ്ട് വന്ന് ചെയ്യുന്നത്. അതൊക്കെ ഒരു ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ച് സ്വർഗം മുമ്പിൽ അജണ്ടയായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് സമാധാനമുള്ള കുടുംബമായി മാറും. ഒരു സഹോദരികളെ, ഒരു മാറ്റത്തിന് നമ്മളൊക്കെ തയ്യാറാണ്. എവിടെയൊക്കെ തിരുത്താനുണ്ടോ, ഏതെല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടോ അതൊക്കെ എഡിറ്റ് ചെയ്യണം. സൃഷ്ടികളുമായി മനുഷ്യന്മാരുമായുള്ള ഇടപാടുകൾ ക്ലിയറാക്കാണെങ്കിൽ അത് ക്ലിയറാക്കണം. പടച്ചുറപ്പുമായി ബന്ധമുള്ളത് അവരുമായി ക്ലിയറാക്കണം. അതിന് ബന്ധപ്പെട്ട 3 നിബന്ധനയാണ് തൗബത്ത്. 1 തെറ്റെന്ന് മാറിയിരിക്കലാണ്. 2 ചെയ്തു പോയ തെറ്റിൽ ഖേദിക്കലാണ്. ഖേദം വരിക, ചെയ്തു പോയതിൽ വിഷമണ്ടാണ്, ഖേദണ്ടാണ്. 3-ാമത് ഇനിയുള്ള ജീവിതത്തിൽ ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് തീരുമാനമെടുക്കണം. ഇനി ആ ചെയ്യുന്ന റബ്ബേ, ഇനി ഉണ്ടാവുന്ന റബ്ബേ, ആ തീരുമാനമെടുക്കണം. 4-ാമതായി മനുഷ്യന്മാർ എന്തെല്ലാം ഹക്കടമാണ് കേട്ടോ അതിലെല്ലാം ഒഴിവാകണം. ആരോടൊക്കെ മോശമായി പെരുമാറിയോ പൊരുത്തപ്പെടിക്കണം. ആരെ കുറിച്ചെല്ലാം ഗീബത്തും നമീമത്തും പറഞ്ഞോ അത് പൊരുത്തപ്പെടിക്കണം. അവിടെ എല്ലാം ഹത്ത് അന്യായമായി കവർന്നെടുത്തോ അത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അവൻ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, അവൻ മരിച്ചുപോയി പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല എങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും അവർ തയ്യാറാവുക. അത് പരിഗണിച്ചുകൊണ്ടെങ്കിലും ഒരുപക്ഷെ അള്ളാഹു തആല മാപ്പ് നൽകിയാലും. അങ്ങനെ എല്ലാം ഒന്ന് അയവിറക്കുക, ഒന്ന് സ്വസ്ഥമായി നിന്ന് ഒരു മൂലക്കിന് പോയി. വലിയ പള്ളിയാണ്, സൗകര്യങ്ങൾ,
ഏതെങ്കിലും മൂലയിൽ ഒരു അരമണിക്കൂർ സ്വസ്ഥമായി നിന്നുകൊണ്ട് നമ്മളെ പറ്റി നമ്മൾ ആലോചിക്കും. എന്താ എന്റെ അവസ്ഥ? വയസ്സ് എത്രയായി? 12-13 വയസ്സിന് പ്രായപൂർത്തിയായ കാലം മുതൽ ഇതുവരെ കഴിഞ്ഞു പോയ 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം, ഈ കൊല്ലങ്ങൾ റബ്ബേ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ വഴിക്കാണ് പോയത്? എന്തെല്ലാം ഇടപാടുകളാണ് ചെയ്തത്? ആരുമായെല്ലാമാണ് ബന്ധപ്പെട്ടത്? എവിടുന്നെല്ലാമാണ് പൈസ ഉണ്ടാക്കിയത്? എത്ര ഹറാമായ സമ്പാദ്യമാണ് ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്? മക്കൾക്ക് തിന്നാൻ കൊടുത്തത് ഹലാലായ വഴിക്ക് മാത്രമൊന്നുമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് പടച്ചവനോട് പറഞ്ഞ് റബ്ബേ പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കുക. എന്റെ ആയുസ് എത്ര ബാക്കി മക്കളില്ല. സിദ്ധകാലം ഈ ഇഷ്ടപ്പെട്ട വഴിയിൽ ഞാൻ മാറാൻ തയ്യാറാവട്ടെ എന്നൊരു ആത്മ പരിശോധന, ഒരു സ്വയം തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ രാത്രി ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ പ്രതീക്ഷിക്കാം. അതല്ല ദിനം കഴിഞ്ഞു പോകും, റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാളാകും, പിന്നെ ഇതൊക്കെ മണക്കും, ഇനി അടുത്തൊരു അവസാനത്തെ പത്രം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് നോക്കാം എന്ന മട്ടിലാണെങ്കിൽ ഇതോട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുകയില്ല. ഒരു മാറ്റത്തെ സഹോദരങ്ങൾ നമ്മൾ തയ്യാറാകണം. നന്മയിൽ നമ്മൾ മുന്നോട്ട് പോകണം. തിന്മയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണം. നന്മ കഴിവിന്റെ പരമാവധി, തിന്മയിൽ മാറി നിൽക്കൽ കഴിവിന്റെ പരമാവധി അല്ല. പരിപൂർണമായും തിന്മയിൽ മാറി നിൽക്കണമെന്നാണ് ഹദീസിന്റെ പ്രയോഗം. ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ ഒരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രാവർത്തികമാക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ വിലക്കിയാൽ നിങ്ങളത് ഒഴിവാക്കുക തന്നെ വേണം. അവിടെ കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ തിന്മയിലും ഹറാമിൽ നിന്നും കുഫ്റും ശിർക്കിലുമൊക്കെ പരിപൂർണമായി മാറിയിരിക്കും. നന്മകളിൽ സുന്നത്തുകളിൽ ഒക്കെ കഴിവിന്റെ പരമാവധി മുന്നോട്ട് വരാൻ നമ്മൾ തയ്യാറാവുക. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക. സ്വർഗം കിട്ടണം സഹോദരന്മാർ. നരകം സഹിക്കാൻ നമുക്ക് പറ്റൂല, കഴിയില്ല. ദുന്യാവിലെ തീ പോലും സഹിക്കാൻ പറ്റാത്ത സാധുക്കളെ നമ്മളൊക്കെ. ദുന്യാവിലെ തീ അത് സഹിക്കാൻ കഴിയില്ല. അതിന്റെ 69-70 ഇരട്ടിയൊക്കെയാണ് നരകത്തിലെ തീ എന്നാണ്. കല്ലും മനുഷ്യനുമാണ് അതിന്റെ ഇന്ധനം. കല്ലും മനുഷ്യനും ഇന്ധനമാണ്, വിറകായി ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മളെ തീയിലേക്ക് കല്ലിട്ടാൽ തീ കിട ചെയ്യും. നരകത്തിലേക്ക് തീയിലേക്ക് കല്ലിട്ടാൽ ആളിക്കത്തും. ആ കല്ലതിന്റെ വിറകാണ്, മനുഷ്യൻ അതിന്റെ വിറകാണ്. ആ നരകത്തിന്റെ വിറകായി നമ്മുടെ ഈ തടി ഉണ്ടാകാൻ പാടില്ല. ലോകം കണ്ട എല്ലാ തെമ്മാടികളും നരകത്തിലുണ്ടാവും. ഫിർഔനും ഖാറൂനും അബൂജഹലും അബൂലഹബും അടക്കമുള്ള ലോകം കണ്ട മുഴുവൻ തെമ്മാടികളും തോന്നിവാസികളും ഒക്കെ നരകത്തിലുണ്ടാവും. അവരെ കൂട്ടത്തിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞ സഹോദരന്മാര് അതിനെക്കാട്ടിൽ വേദന വെച്ചതാണ്. ലോകം കണ്ട തെമ്മാടികളുടെ കൂടെ, തോന്നിവാസികളുടെ കൂടെ, അവിശ്വാസികളുടെ കൂടെ, എല്ലാ അർത്ഥത്തിലുമുള്ള അക്രമികളുടെ കൂടെ അവിടെ ചെന്ന് ബന്ധരിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിക്കൂടാ. സ്വർഗത്തിലേക്ക് എത്തണം. അവിടെ അമ്പിയാക്കൾ ഉണ്ടാകും സ്വർഗത്തിൽ, ഔലിയാക്കൾ ഉണ്ടാകും സ്വർഗത്തിൽ, സുദീഖീകളും സുഹദാക്കളും സ്വാലിഹീങ്ങളും സ്വർഗത്തിലുണ്ടാകും. അവരോടൊപ്പം കൂടാൻ പറ്റും. പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ജീവിച്ചാൽ അവർ അമ്പിയാഹിന്റെ കൂടെയാണ്, സുദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാഇന്റെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. അവർ എത്ര നല്ല കൂട്ടുകാരാണെന്ന്. നബിയോടൊപ്പം കൂട്ടുകാരനായി കൂടുക, സ്വഹാബത്തിന്റെ കൂടെ കൂട്ടുകാരായി കൂടുക, സുദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ കൂട്ടുകാരായി കൂടുക. അതാവണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം കിട്ടണം. അല്ലെങ്കിൽ നഷ്ടപാടില്ല. നരകത്തേക്ക് എത്തിപ്പെട്ടാൽ അത് വല്ലാത്ത നഷ്ടപാട്. പിന്നെ തിരുത്താൻ കഴിയില്ല. പിന്നെ ദുനിയാവിലേക്ക് വന്നിട്ട് വീണ്ടും മുതൽ പുതിയ ജീവിതം ആരംഭിക്കാൻ കഴിയില്ല. അവിടെ കിട്ടുന്ന ആർത്ത് വിളിക്കും, പാവിട്ട് കരയുമെന്നൊക്കെ കാണാം. അല്ലാഹ് പരിചയപ്പെടുത്തി, നരകത്തിൽ കിടന്ന് ആർത്ത് വിളിക്കുന്ന, പാവിട്ട് കരയും, ഭയങ്കര ശബ്ദത്തിൽ നിലവിളിക്കുമ്പോൾ അവിടുന്ന് റബ്ബേ ഒന്ന് പുറത്തേക്കാക്കി തരണേ, റബ്ബേ ഒന്ന് പുറത്തേക്കാക്കി തരണേ, സ്വാലിഹായ അമൽ ചെയ്യാം റബ്ബേ. ഇതുവരെ ചെയ്ത അമലൊക്കെ നഷ്ടമായി പോയി, ഒന്നും സ്വീകാര്യോഗ്യമായി മാറിയില്ല. ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ സ്വാലിഹായ അമൽ ചെയ്യാം റബ്ബേ എന്ന് പറഞ്ഞ് നിലയും പിടിയും കൂട്ടുക, പാവിട്ട് കരയുക. പക്ഷേ രക്ഷയില്ല.
അള്ളാഹു തആല പറഞ്ഞില്ലാമെന്ന് ചിന്തിക്കാവുന്ന പ്രായം തന്നില്ലേ, ചിന്തിക്കാവുന്ന പ്രായം തന്നില്ലേ? മുന്നറിയിപ്പുകൾ കിട്ടുകയും ചെയ്തില്ലേ? ചിന്തിക്കാവുന്ന പ്രായം ബുദ്ധിയുമായി കഴിഞ്ഞാൽ അത് ചിന്തിക്കാവുന്ന പ്രായമാണ്. ഹദീസ് കാണാൻ 40 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് പിന്നെ ഉഴുതലില്ല. 40 വയസ്സിൽ ജീവിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും പറയാൻ നമുക്ക് ചാൻസും ഇല്ല. എല്ലാ പ്രായവും പക്വതയും ഒക്കെ പ്രായമാണ് 40. അതുവരെ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബേ എനിക്കറിയില്ലായിരുന്നു, പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാൻ ഒരു ചാൻസും ബാക്കിയില്ല. അവന്റെ പരിപൂർണമായ വളർച്ചെത്തിയ പ്രായമാണ്. ആലോചിക്കാവുന്ന പ്രായം തന്നില്ലേ? മുന്നറിയിപ്പുകൾ വരികയും ചെയ്തില്ലേ? ഖുർആൻ മുന്നറിയിപ്പാണ്, പ്രവാചകൻ മുന്നറിയിപ്പുകാരനാണ്. ഈ സംസാരം പോലും എനിക്കും നിങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബിക്ക് രേഖപ്പെടുത്തിയിട്ട് കാണാം, രോഗങ്ങൾ മുന്നറിയിപ്പാണ്, നര പോലും മുന്നറിയിപ്പാണ്. രോഗം വന്ന മുന്നറിയിപ്പാണ്. ഇതാ നീ വിചാരിച്ച പോലെയല്ല, എന്റെ കയ്യിലല്ല കാര്യങ്ങൾ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തലാണ് രോഗം. നര താടിയും തലയുമൊക്കെ നരച്ചു വരുന്നുവെങ്കിൽ ആ വെളുത്ത രോഗങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. നിന്റെ കൺട്രോളിലല്ല എന്ന് മനുഷ്യനെ വിളിച്ചു പറയുന്ന അവന്റെ നെതിയിൽ മുന്നറിയിപ്പാണ്. രോഗവും നരയുമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി കാണാൻ ആ മുന്നറിയിപ്പുകൾ പറ്റിയിട്ടുണ്ട്. താടി തലയൊക്കെ നരച്ചിട്ടുണ്ട്. അതേപോലെ രോഗങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, നബി നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്, ഉപദേശങ്ങൾ ധാരാളമായി കിട്ടുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് ഒന്നായി കിട്ടിയിട്ടും നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ ഇനി എപ്പോഴാണ് നന്നാവാം? ഇനി ഉള്ള മാറ്റം വരിക. അതുകൊണ്ട് നമ്മൾ മാറണം, നന്നാവണം. അതൊക്കെ അള്ളാഹിനോട് തുറന്ന് പറയാൻ ഈ രാത്രിയെ ഉപയോഗപ്പെടുത്തണം. ഹയാത്താക്കാൻ പറ്റുമെങ്കിൽ ഹയാത്താക്കാം, അല്ല അല്പം വിശ്രമിക്കാമോ വിശ്രമിക്കാം, ബാക്കി നിസ്കരിക്കാം, ഖുർആൻ ഓതാം, ദുആ ചെയ്യാം, ദിക്ർ ചെയ്യാം, പടച്ചറബിനോട് മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലിയറാക്കാനുള്ള എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ക്ലിയറാക്കാം. ആരോടൊക്കെ പൊരുത്തപ്പിടിക്കാനുണ്ടോ എല്ലാം നമ്മൾ പൊരുത്തപ്പിടിക്കാം. ഇന്ന് വിളിക്കാൻ പറ്റുമോ നമ്മൾ വിളിക്കാം. അല്ല ഇപ്പൊ സമയം പോയി, ശരി, നേരം എടുത്തവരെ വിളിച്ച് ഒന്ന് പൊരുത്തപ്പിടിക്കാം. ക്ലിയറാക്കാനുള്ള എല്ലാ ഇടപാടും ക്ലിയറാക്കണം. കൊടുക്കാതൊക്കെ കൊടുക്കണം. പലിശയുമായി ബന്ധപ്പെട്ടോണം ജീവിതമെങ്കിൽ അത് ഒഴിവാക്കണം. എത്ര നഷ്ടം വന്നാലും വേണ്ടില്ല. ചിലപ്പോൾ വണ്ടി വിൽക്കേണ്ടിരും, ചിലപ്പോൾ വീട് വിൽക്കേണ്ടിരിക്കോട്ടെ, എന്നാൽ നഷ്ടമില്ല. നമുക്ക് ആ വീട് വേണ്ട, ലോൺ എടുത്തുണ്ടാക്കി വീട് വേണ്ട. അതാണ് വിറ്റിട്ട് ആ പരിശ്രമം ഒഴിവായി ബാക്കിയുള്ള ആയുസ് പോയി കോട്ടേഴ്സിൽ പോയി പാർത്താലും സഹോദരന്മാർ അർത്ഥമില്ല. വാടക വീട്ടിൽ താമസം മാറി ഒരു നഷ്ടമില്ല, ലാഭമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ വളത്തിൽ ഇവരെ സത്യം ചെയ്ത് പറഞ്ഞ 3 കാര്യം അതിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആലക്ക് വേണ്ടി വല്ലതും ഒഴിവാക്കിയാൽ അല്ലാഹുവിന് അതിൽ നല്ലത് നൽകാതിരിക്കുകയില്ല. വലിയ വലിയ വണ്ടി പോയിട്ട് പക്ഷെ മുഴുവൻ അടവാണെങ്കിൽ എന്ത് കാര്യമുണ്ട്? വലിയ വീടുണ്ടാക്കി പക്ഷേ ലോൺ എടുത്തിട്ട് ആ വീടുണ്ടാക്കിയില്ലെങ്കിൽ എന്ത് പ്രയോജനമുണ്ട്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം. ഒരു പ്രയോജനം ഉണ്ടാണ് സഹോദരന്മാരെ. അങ്ങനെ ജീവൻ സമ്മേളനം മരിച്ചു പോകും, ഈ പലിശ അവിടെ കിടക്കും. ഇതിനൊക്കെ പാപഭാരം പേറി നരകത്തിൽ പോയി ഫിറഔനിന്റെ കൂടെ ഖാറൂനിന്റെ കൂടെ ലോകങ്ങളുടെ തമ്മാടികളുടെ കൂടെ പെരിന്തരിയുന്ന ഒരു തുറുക്കലി നമുക്ക് വരാൻ പാടില്ല. അതിന് ഏതൊക്കെ നമ്മൾ ഒഴിവാക്കരുത്. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുക, പടച്ചോന് വേണ്ടി അതൊക്കെയാണ് വേണ്ടെന്ന് വെക്കാം. അപ്പൊ അള്ളാഹു അതിലും സൈറായത് പകരം നൽകുക തന്നെ ചെയ്യും. ദുന്യാവിൽ കുറച്ചു കാലം ഉണ്ടാവും. ആ ദുന്യാവിൽ നിസ്സാരമായ സുഖങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശാശ്വതമായ സുഖം വേണ്ടെന്ന് വെക്കരുത്. അതുകൊണ്ട് അത്തരം മാറ്റത്തിന് നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. പരമാവധി ഈ വിശുദ്ധി ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കും. പള്ളി വന്ന് 10 ദിവസമായി കൂടിയ മനുഷ്യന്മാരുണ്ട്. നമ്മൾ 20 വന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, പിന്നെ പോയിട്ടില്ല. അതിനു മുമ്പേ വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. കുടുംബസമേതം നമ്മൾ ആദ്യം മുതൽ വന്നവരുണ്ട്, നമ്മൾ 15 മുതൽ വന്നവരുണ്ട്. നാം എല്ലാവരിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. ഇതൊക്കെ ഒരു ജീവിതത്തിലെ ഒരു മാറ്റമാണ്. നമ്മൾ 10 ദിവസം പള്ളിയിൽ വന്ന് കൂടുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ വന്ന് കൂടി ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. കുടുംബത്തോടൊപ്പം വന്നവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഈ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയവർക്ക് ഒരുപാട് തിരിച്ചറിവുണ്ടായി. എല്ലാ ദിവസവും വ്യത്യസ്തമായ ക്ലാസ്സുകൾ ഉണ്ടായി. ഇവിടെ ജാമ്യയിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ കണ്ടായി. അവർക്ക് കുറെ പാഠങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളെ ഹാഫിലിങ്ങൾ ഹാഫിലുമാർ ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടായിട്ട്
700ഓളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നു 2 ക്യാമ്പസിൽ. ഈ 2 ക്യാമ്പസിലെ 700ഓളം വിദ്യാർത്ഥികൾ 200 ചില്ലാനം ആളുകൾ ഖുർആൻ കമ്മിറ്റി ഹിഫ്ദാക്കിയവരാണ്. അൽഹംദുലില്ലാഹ്. ഹദീസുകൾ കാണാതെ പഠിച്ചവ 100, 200, 500, 1000 ഹദീസ് ഹിഫ്ദാക്കിയ മക്കൾ നമ്മുടെ കുട്ടികളെ കുറിച്ചുണ്ട്. കിതാബ് തൗഹീദും ഉസൂലുൽ സലാസയും ഖവായിദുൽ അർബഅയും കിസ്ബു ശുബ്ഹാത്തും അതേപോലെ അഖീദത്തുൽ തഹാവിയും അടക്കമുള്ള ഗ്രന്ഥങ്ങൾ കിതാബുകൾ കാണാതെ പഠിച്ചിട്ടാണ് ഇതെല്ലാം നമ്മുടെ മക്കളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഇമാമുക്കുന്ന കുട്ടി നമ്മൾ രാവിലെ വിദ്യാർത്ഥിയാണ്. 2 ജമാഅത്ത് ഇമാമുക്കുന്നവർ നമ്മുടെ വിദ്യാർത്ഥികളാണ്. ഒരു പ്രൊഫഷണൽ ഇമാമിങ്ങളല്ല. ഒരു കൂലിക്ക് വെക്കില്ല, ശമ്പളത്തിൽ വെക്കില്ല. അവരൊക്കെ ആ താല്പര്യത്തിൽ സ്വയം ഉത്തരവാദിത്തമായി ഏറ്റെടുത്താൽ കുട്ടികൾ അവരൊക്കെ ക്ലാസ്സിൽ നോക്കിയെല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ ഹിക്കമികൾ ആകാൻ പോകുന്ന കുട്ടികളുമാണ് ഇവിടെ ഓരോ സമയത്തും ക്ലാസ് എടുക്കുന്നവരൊക്കെ. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ്. ഭക്ഷണം പൊളിക്കുന്നതും അത് ഇവിടെ സപ്ലൈ ചെയ്യുന്നതൊക്കെ അത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അതിന് മുമ്പ് നിൽക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്റ്റാഫ് ഒരുപാട് ഇവിടെ കഠിനാധ്വാനം ചെയ്യും. അൽഹംദുലില്ലാഹ്. സന്തോഷത്തോടു കൂടി ഇഖ്ലാസോടു കൂടിയാണ് അവരാ പണിയെടുക്കുന്നത്. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹദിയ പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ഇവിടെ പള്ളി വന്ന് കൂടുമ്പോ ഒരുപാട് പണികളിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മൾക്ക് കബൂലാക്കാൻ വേണ്ടി ദുആ ചെയ്യാം. ജാമിയുടെ ഭാരവാഹികൾ, നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യും. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ഒരുപാട് മനുഷ്യന്മാരുടെ കഠിനാധ്വാനമാണ് ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും കൂടെ ഉണ്ടായാൽ അത് വലിയ സമാധാനമാണ്. നന്മയുടെ കൂടെ നമ്മൾ സഹവസിക്കുക, നന്മയുടെ കൂടെ നമ്മൾ സഹയാത്രികരായി കൂടുക. ലോകത്ത് നാട്ടിൽ എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മയിൽ ഞാനുമുണ്ട് എന്നാവണം നമ്മുടെ മനസ്സ്. എന്ത് ഹൈറുണ്ടെങ്കിലും ആ ഹൈറിൽ ഞാനുമുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് ചില സമ്പത്ത് കൊണ്ടാകാം, ശരീരം കൊണ്ടാകാം, ഒരു പ്രാർത്ഥന കൊണ്ടാകാം, ഒരു പിന്തുണ കൊണ്ടാകാം, ഒരു ഉപദേശം കൊണ്ടാകാം. ഏത് ഹൈറുകൾ നാട്ടിലുണ്ടെങ്കിലും ആ ഹൈറുകളിൽ ഞാനും പങ്കുചേരണം എന്ന മനസ്സുണ്ടാകണം. ഒരുപാട് ആളുകൾ നമ്മൾക്ക് പിരിവ് ചോദിച്ചു കൊണ്ട് അദ്ദേഹത്തില്ല സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിച്ചു. അതൊക്കെ വല്ലാത്തൊരു അവസരമാണ്. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളുമായി വന്നു. എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ പല ഉപദേശങ്ങൾ നൽകി, പ്രാർത്ഥനകൾ അവർക്ക് നൽകി. അതൊക്കെ ഹൈറിൽ ഭാഗമാക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ നമ്മൾ കൂടെ പോകും. പുതിയ സംരംഭം ഞങ്ങൾക്ക് നമ്മൾ കൂടെ ആരംഭിക്കുന്നുണ്ട്. ദാറുൽ ഹദീസ് എന്നൊരു ആശയം ജാമിയ നമുക്കുണ്ട്, അതേപോലെ മറ്റു സംവിധാനം നമുക്കുണ്ട്. ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കുള്ള സംവിധാനമാണ് ദാറുൽ ഹദീസ്. നമ്മുടെ ജാമ്യ 7 കൊല്ലം പഠിച്ച് നിക്കബിയായി പുറത്തിറങ്ങിയ ആളുകൾ, വ്യത്യസ്ത ജാമ്യകളിൽ പഠിച്ചിറങ്ങിയ ആളുകൾ, 17 വർഷത്തെ അടുക്കപ്പെട്ടൊക്കെ പോയി പിന്നീട് പഠിച്ച് തിരിച്ചു വരുന്ന കുട്ടികളുണ്ട്. ഇനി എന്ത് എന്നതിന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉത്തരവില്ല. അതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഹാഫിളായി, ആലിമായി, ഹിക്കമിയായി ഒക്കെ കഴിഞ്ഞു വന്നാൽ ഇനി എന്താണ്? ഇനി ആഴത്തിൽ പഠിക്കാൻ സംവിധാനമുണ്ട്. ഒരുപാട് കിതാബുകൾ പിന്നെയും പഠിക്കാനുണ്ട്, ധാരാളം ഹദീസുകൾ പിന്നെയും പഠിക്കാനുണ്ട്. ഇനി അതിനെന്താണ് അവസരം? അത് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനമില്ല, സംവിധാനമില്ല. അപ്പൊ ഞങ്ങൾ ജാമിഅ ഉസ്താദുമാരൊക്കെ കൂടി ഞങ്ങൾ ഒരു അനൗദ്യോഗികമായി തുടങ്ങിയ സംവിധാനമാണ് ദാറുൽ ഹദീസ് അൽ ഹിന്ദിയ എന്ന ഒരു പള്ളി കൂടി കുറച്ച് കുട്ടികൾ കയറി വന്ന 8-10 ആളുകൾ, 10 വിദ്യാർത്ഥികൾ, കുട്ടികളെന്ന് പറഞ്ഞൂടെ പഠിച്ചു കഴിഞ്ഞ കല്യാണം കഴിച്ച ആളുകൾക്ക് ആയിരിക്കും. അങ്ങനത്തെ ഒരു 10 ആളുകളെ തെരഞ്ഞെടുത്ത് അവർ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കും. ഒരു കൊല്ലം കൊണ്ട് 30,000 ഹദീസ് അവർ പഠിക്കാതാണ് ഇവിടെ കണ്ട രൂപം. ഒരു ദിവസം 100 ഹദീസ്, ഒരു ദിവസം 100 ഹദീസ് പഠിക്കും. ഒരു കൊല്ലം കൊണ്ട് 30,000 ഹദീസ്. ഹദീസുകൾ ചവിട്ടി മരിക്കുന്ന, പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന പ്രവണത ഇന്ന് നാട്ടിൽ വ്യാപകമായി വരികയാണ്. അപ്പൊ അവിടെ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള നല്ല കെൽപ്പുള്ള ദാഇമാർ, ആലിമീങ്ങൾ ഉണ്ടായി വരട്ടെ. ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന ബാച്ചുകൾ കുറച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ വീണ്ടും പഠിക്കാൻ, ജീവിതകാലം മുഴുവൻ ദീന് പഠിക്കാൻ, മാറി നിൽക്കാനൊക്കെ തയ്യാറുള്ള വിദ്യാർത്ഥികൾ കുറച്ചൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളെ ഏറ്റെടുത്ത് അവർക്കൊരു സ്ഥലത്ത് വന്ന് കൂടി അവര് കിതാബുകൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന, ദീന ആഴത്തിൽ പഠിക്കുന്ന, ഭാവിയിൽ വലിയ പണ്ഡിതന്മാരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ദാറുൽ ഹദീസിന്റെ ഒരു ആശയം. ഇവിടുത്തെ പുളാഫീസിൽ പോണ വഴി ഒരു പുതിയ പള്ളി വന്നിട്ടുണ്ട്. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് ഇപ്പോ തൽക്കാലം നമ്മൾ അത് ആരംഭിക്കുന്നത്. പിന്നീട് സൗകര്യം പോലെ ഭാവിയിൽ എന്താണ് തീരുമാനിച്ചത് ആ നിലക്കാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ ദാറുൽ ഹദീസ് നിങ്ങളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു കുട്ടിക്ക് 15,000 രൂപ ഒരു മാസം സ്റ്റൈപ്പൻഡ് കൊടുത്ത്
താമസ ഭക്ഷണം കൊടുത്ത് അവന് ബാഹ്യ ജോലിക്കൊന്നും പോണ്ട, ഒരു പൂർണ്ണമായും പഠിക്കാൻ വേണ്ടി മാറിയിരിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. സർക്കാർ സ്കൂളിൽ ജോലിയിട്ട മനുഷ്യന്മാര് ആ ജോലി ലീവ് എടുത്ത് നാല് കേസിലേക്ക് അപേക്ഷ തന്ന കുട്ടികളുണ്ട്. ഒരു തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണ്. രാവിലെ സുബഹിക്ക് ആരംഭിച്ചാൽ വൈകുന്നേരം 5 മണി വരെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞാൽ പരിവേഷം രാത്രി 11 മണി വരെ അതിന്റെ റിസർച്ചും കാര്യങ്ങളുമായി കൂടുകയാണ്. അങ്ങനെ ജീവിതം ഹദീസ് പഠിക്കാൻ വേണ്ടി മാറി നിൽക്കാനാണ് അവർ തീരുമാനിച്ചത്. ആ സംവിധാനത്തിന് വേണ്ടി ഇന്ന് ഒരു കണക്ഷൻ എടുക്കുന്നുണ്ട്. ഇന്നത്തെ പിരിവ് അതിനു വേണ്ടിയാണ്. കഴിയുന്ന രൂപത്തിൽ നമ്മളൊക്കെ അതിന് ഭാഗമാക്കായി മാറണം. എന്തെങ്കിലുമൊക്കെ സ്ഥിരമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആലോചിക്കും. ഒരു സ്റ്റേപ്പിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് ഒരു മാസം അതിന് ഒരു സംഖ്യ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ അത് ആലോചിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ ജാമ്യ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാകും. നമ്മളതാ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു പരിശ്രമമാണ് ഈ ജാമ്യ ഉണ്ടായത്. കേവലം ഒരു സ്ഥാപനമല്ല, കേവലം കുറച്ച് ബിൽഡിങ്ങുകളല്ല. നമ്മുടെ മക്കളെ നന്നായി ദീന് പഠിച്ച ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന നല്ലൊരു ടീം ഇതിലൂടെ ഉണ്ടായിരുന്നു. ഈ കമ്മികൾ ഇന്ന് സമൂഹത്തിൽ ദൈവ രംഗത്ത്, ദീനി രംഗത്ത് മാതൃകയില്ലാത്ത, തുല്യതയില്ലാത്ത പരിശ്രമങ്ങളാണ് ഇപ്പൊ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു എല്ലാം കബൂലാക്കുമാറാണ്. പീസ് റേഡിയോ നമ്മുടെ വല്ലാത്തൊരു ദൈവ സംവിധാനമാണ്. നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സമ്മേളനം വരുന്നത്, ഇങ്ങനെ ഒരുപാട് ഹൈറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നന്മയുടെ കൂടെ സഹയാത്രികരായി കൂടുന്ന, അതിന്റെ കൂടെ സഞ്ചരിക്കുന്നവരായി മാറാൻ പരിശ്രമിക്കുക. പടച്ചവന്റെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മയോടൊപ്പം സഞ്ചരിക്കുക, തിന്മയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാകണം, സത്യസന്ധമായ കൂടെ നിങ്ങൾ ആവണമെന്ന ഖുർആന്റെ ആ ഒരു അധ്യാപനം അത് ഏറ്റെടുത്തുകൊണ്ട് എവിടെയെല്ലാം ശിരുക്കുണ്ടോ, സത്യസന്ധതയുണ്ടോ, അതിന്റെ കൂടെ ഞാനുമുണ്ട് എന്ന മറ്റു സത്യം ഏത് വഴിക്ക് പോകുന്നുവോ അവിടെ ഞാനും കൂടെയുണ്ട്. സത്യം പുറത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടെയുണ്ട്. അതാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന സത്യം പ്രവേശിക്കുന്നിടത്ത് നീ എന്നെ പ്രവേശിപ്പിക്കണമേ. സത്യം പുറത്തു പോകുന്നിടത്ത് നീയും എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം. സത്യത്തിന്റെ കൂടെ മാത്രം. സത്യം എവിടെ കയറിയോ അവിടെ ഞാനും ഉണ്ട്. സത്യം എവിടെ ഇറങ്ങിപ്പോവാണോ ഞാനും കൂടെ ഇറങ്ങിപ്പോകാനുണ്ട്. അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ സത്യസന്ധന്മാരായി സത്യസന്ധന്മാരുടെ കൂടെ സഹവസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. 11 മണിയായി, 1:30 നമ്മുടെ നിസ്കാരം ഉണ്ടാവുക. 2.5 മണിക്കൂർ സമയമുണ്ട്. വിശ്രമിക്കാൻ അനിവാര്യമാണെങ്കിൽ വിശ്രമിക്കാം. അതല്ല ആ സമയം ഹയാത്താക്കി പ്രാർത്ഥനയിൽ മുഴുകി ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഖുർആൻ ഓതി ഒക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാൻ പരിശ്രമിക്കുക. നിസ്കാരം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിർവഹിക്കുക. അങ്ങനെ അപ്പനോട് എല്ലാം തുറന്നു പറഞ്ഞ് ആത്മാർത്ഥമായി അപ്പനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഈ രാത്രിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ചെയ്തു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നന്മയിൽ മുന്നേറാൻ, തിന്മയോട് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരികൾ പലരും മരണപ്പെട്ട് ഖബറിലാണ്. അല്ലാഹുവേ ഇവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. റബ്ബേ പണ്ഡിതന്മാർ പലരും രോഗികളാണ്. അല്ലാഹു ഇവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ജാമ്യ വിദ്യാർത്ഥികൾ, നമ്മുടെ അധ്യാപകർ തുടങ്ങി ഈ രംഗത്ത് പരിശ്രമിക്കുന്ന ധാരാളം ആളുകൾക്കെല്ലാം റബ്ബേ ഖൈറും ബറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റബ്ബേ. സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, ജോലിയിൽ എല്ലാം നീ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.